സ്വാഗതം ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക്. പ്രധാനമന്ത്രി മുതൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വരെ ചിത്രങ്ങൾ ഉപയോഗിച്ച് ജനങ്ങളിൽ നിന്നും നേടിയെടുത്ത വിശ്വാസ്യത, രാഷ്ട്രീയ നേതാക്കളുടെയും സന്നദ്ധ സംഘടനകളുടെയും പിന്തുണയിൽ ആയിരക്കണക്കിന് ആളുകളെ പറ്റിച്ച കോടികൾ, CSR ഫണ്ട് എന്ന പേരിൽ കേരളത്തിലുടനീളം നടത്തിയ തട്ടിപ്പിന്റെ ബുദ്ധികേന്ദ്രം അനന്തകൃഷ്ണൻ. പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും പറ്റിച്ച കോടികൾ നേടിയ അനന്തകൃഷ്ണനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന പണം നഷ്ടപ്പെട്ട കഥ പറയുന്ന ആ മനുഷ്യനേക്കാൾ വിശ്വാസമാണ് ലാലി വിൻസെന്റ് എന്ന കോൺഗ്രസ് നേതാവിന്. വാർത്തകൾക്കും കേസുകൾക്കും പിന്നാലെ വാങ്ങിയ പണം തിരികെ നൽകി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു BJP നേതാവ് AN രാധാകൃഷ്ണൻ ചെയർമാനായ സൊസൈറ്റി. വർഷങ്ങളായി അനന്തകൃഷ്ണന്റെ ലീഗൽ അഡ്വൈസറായിരുന്നിട്ടും തട്ടിപ്പിന്റെ കരാറുകൾ അഭിഭാഷക എന്ന നിലയിൽ ഒരുപാടുണ്ടാക്കി നൽകിയിട്ടും അനന്തകൃഷ്ണന്റെ തട്ടിപ്പിന്റെ വിവരങ്ങൾ ഒന്നും പറഞ്ഞില്ല ലാലി വിൻസെന്റ്. CSR ഫണ്ടൊക്കെ അനന്തകൃഷ്ണനെ പോലുള്ളവരിലേക്ക് എങ്ങനെ എത്തുമെന്നൊരു ചോദ്യം പോലും ചോദിക്കാൻ രാഷ്ട്രീയ രംഗത്തെ പരിചയം പോലും തുണച്ചില്ല ലാലി വിൻസെന്റിനെ. രാഷ്ട്രീയ ഭേദമന്യേ അനന്തകൃഷ്ണന്റെ തട്ടിപ്പിന് ഇരയായവർ ഒരുപാടാണ്. പക്ഷേ ഇവരിൽ ആരൊക്കെയാണ് അനന്തകൃഷ്ണനെ സഹായിച്ചതും തട്ടിപ്പിന്റെ പങ്കുപറ്റിയതും? ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്തത്. അതിഥികളായി ചേരുന്നത് വി വസീഫ് CPIM-ൽ നിന്നും, അഡ്വക്കേറ്റ് വസന്ത് സിറിയക് കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് രാജസിംഹൻ ഈ അനന്തകൃഷ്ണന്റെ ഓഫീസുകൾ പ്രവർത്തിച്ചിരുന്ന അശോക ഫ്ളാറ്റിന്റെ സെക്രട്ടറിയാണ്, അനിതകുമാരി പരാതിക്കാരി, സുരേഷ് ബാബു NGO കോൺഫെഡറേഷന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. ആദ്യം വി വസീഫിലേക്കാണ് പോകുന്നത്. വസീഫ്, നോക്കൂ, സംസ്ഥാനത്തുടനീളം നടന്ന വ്യാപകമായ തട്ടിപ്പിന്റെ ഞെട്ടിപ്പിക്കുന്ന കഥകൾ കൂടിയാണ് പുറത്തു വരുന്നത്. നിലവിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ രാഷ്ട്രീയ നേതാക്കളുടെ പങ്ക് അത് ലാലി വിൻസെന്റിനെതിരെ എടുത്ത കേസിലൂടെ വ്യക്തമാകുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ ഇതുവരെ ആ നിലയിലുള്ള പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. അവരാകട്ടെ അഭിഭാഷക എന്ന നിലയിലുള്ള ഇടപെടലാണെന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ AN രാധാകൃഷ്ണൻ ചിത്രത്തിലേക്ക് വരുന്നുണ്ട്. അത് ഒരു കേസിലേക്ക് മാറിയിട്ടില്ല എങ്കിൽ പോലും സ്വാഭാവികമായും ഇത്ര വലിയൊരു തട്ടിപ്പ് നടക്കുമ്പോൾ ഒരു വ്യക്തിക്കോ ഏതെങ്കിലും ഒരു സംഘടനയ്ക്കോ ഒറ്റയ്ക്ക് ചെയ്യാനാകുന്നതല്ല അത് എന്നുള്ളത് സാമാന്യ യുക്തിയാണ്. ആ നിലയിൽ വലിയ പിന്തുണ രാഷ്ട്രീയ രംഗത്തു നിന്നും നേതാക്കളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് അനന്തകൃഷ്ണന് എന്ന് കരുതുന്നുണ്ടോ? ഇവിടെ നമ്മൾ കേരളത്തിലെ മലയാളികൾ എല്ലാവരും വലിയ രീതിയിലുള്ള ഒരു ഞെട്ടലിലാണുള്ളത്. വലിയ ഒരു പ്രയാസം നമുക്കൊക്കെ തോന്നുക. ഇങ്ങനെ വ്യാപകമായി ജനങ്ങളിൽ നിന്ന് കള്ളം പറഞ്ഞ് തെറ്റിദ്ധാരണയുണ്ടാക്കി പണം കൈക്കലാക്കിയിട്ട് വലിയ തട്ടിപ്പ് നടത്തുക. 1-2 രൂപയല്ല, 1000 കോടിയോളം രൂപയാണ്. അപ്പോൾ ഇതിൽ ആരൊക്കെയാണോ ഉള്ളത്, ആരൊക്കെയാണോ ഇതിൽ പങ്കുള്ളത്, അവരെ എല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. മേലിൽ ഇതുപോലെയൊരു തട്ടിപ്പ് ഉണ്ടാവാത്ത തരത്തിലുള്ള മാതൃകാപരമായ ഇടപെടലുണ്ടാകണം. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു CSR ഫണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങൾ കോൺഗ്രസ് നേതാവിൻ്റെ പേര് പറഞ്ഞു. ഞങ്ങളാരെയും മറ്റൊരു രാഷ്ട്രീയ ആരോപണത്തിലേക്ക് അങ്ങനെ പോകണം ഈ വിഷയത്തിൽ എന്ന് ആഗ്രഹിക്കുന്നവരല്ല. പക്ഷെ നിങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞതിൽ ഒരുപാട് വസ്തുതകളുണ്ട്. ഇങ്ങനെ ഇത്രയും കാലം വളരെ അടുപ്പത്തിൽ ഇടപെട്ടിട്ട് ഈ ഒരു തട്ടിപ്പിനെക്കുറിച്ച് അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ ചെറിയ സംശയമുണ്ട്. കാരണം അത്രയധികം പരാതികളൊക്കെ ഇവരുടെ അടുത്ത് തന്നെ വന്നു ഈ ലാലി വിൻസെന്റിൻ്റെ കയ്യിൽ എന്നൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൊരു സമഗ്ര അന്വേഷണം ആവശ്യമുണ്ട്. വളരെ കൃത്യമായി ഈ അന്വേഷണം നടത്തി പണം നഷ്ടപ്പെട്ടവർക്ക് പണം കിട്ടുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തണം. ആരൊക്കെയാണോ ഇതിന് പിന്തുണയായി കൊടുത്തത്, ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു അനന്തു മാത്രമാണോ, അല്ല ഇതിൽ വേറെ മറ്റു പല ഇടപാടുകാർ ഉണ്ടോ എന്നുള്ളത് അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതാണ്. കാരണം അത്രയും വിപുലമായ സംവിധാനമാണ് ഇതിനകത്ത് ഉണ്ടാക്കിയത്. ഓരോ പ്രദേശത്തും പഞ്ചായത്ത് മെമ്പർമാർ, റിട്ടയേർഡ് ഉദ്യോഗസ്ഥന്മാർ, മുൻ പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഇവരെയൊക്കെ വെച്ച് ഒരു വലിയ ടീം തന്നെ സൃഷ്ടിച്ച് അതിലൂടെയാണ് ഈ വിശ്വാസ്യത നേടിയെടുത്ത് ഈ ഒരു തട്ടിപ്പിലേക്ക് പോകുന്നത്. കുറച്ച് പേർക്കൊക്കെ ഇവരുടെ ഇതിപ്പോൾ വാഹനങ്ങൾ കൊടുക്കുക, കാർഷിക ഉപകരണങ്ങൾ കൊടുക്കുക, കർഷകരെ സഹായിക്കുക, അതിൽ ചിലതൊക്കെ ചെയ്ത് സ്വാഭാവികമായിട്ടും അതിൻ്റെ വലിയ പ്രചരണം നടക്കുമ്പോൾ മറ്റുള്ളവരും ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യും, ഇത് ഒരു ജെന്യുവിൻ കേസാണ്, ഇതൊരു ശരിക്കുള്ള അല്ലെങ്കിൽ കിട്ടുന്ന വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഇടപാടാണ് എന്നങ്ങ് വിശ്വസിച്ച് പോവുകയാണ്. അപ്പോൾ രാഷ്ട്രീയക്കാരായാലും പൊതുപ്രവർത്തകരായാലും സന്നദ്ധ പ്രവർത്തകരായാലും ഒക്കെ മേലിലും ഇതുപോലെയുള്ള
ഇടപാടുകളുമായി ബന്ധപ്പെടുമ്പോൾ, ഇങ്ങനെയുള്ള ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ കൂടുതൽ ജാഗ്രതയും സൂക്ഷ്മതയും പുലർത്തേണ്ടതുണ്ട്. ഇതിലിപ്പോൾ ഫോട്ടോ പെട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വിതരണം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ജനപ്രതിനിധികളും മറ്റുമൊക്കെ ഇതിൻ്റെ ഒരു വിതരണ ചടങ്ങിൽ ഒക്കെ പങ്കെടുത്തു എന്നൊക്കെ വരാം. അത് ആ നാട്ടിൽ കുറേ പേർക്ക് ബൈക്ക് കൊടുക്കുന്നു, കർഷകർക്ക് ഉപകരണങ്ങൾ കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കൊടുത്തു എന്നൊക്കെ വരാം. പക്ഷേ ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ രാധാകൃഷ്ണൻ്റെതൊക്കെ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഫൗണ്ടേഷനും ഈ ഫൗണ്ടേഷനും തമ്മിൽ ഒരു യോജിച്ച കരാറിലെത്തി എന്നുള്ളതാണ്. അങ്ങനെ ഒരുമിച്ച് ഈ പ്രവർത്തനത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അത് ഗൗരവമുള്ളതാണ്, പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ ഇന്ന് ഡോക്ടർ സരിൻ ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് അദ്ദേഹത്തിൻ്റെ വന്നിട്ടുണ്ട്, വലിയൊരു ആക്ഷേപം. അത് പെരിന്തൽമണ്ണ ഭാഗത്ത് നിന്നൊക്കെ വലിയ രീതിയിൽ ആ ആക്ഷേപം മുന്നോട്ട് വരുന്നുണ്ട്. പെരിന്തൽമണ്ണയിലെ MLA കുറിച്ചാണ് ഈ ആക്ഷേപം വരുന്നത്. അവിടെ ഇതുപോലെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ CSR ഫണ്ടും മറ്റുമൊക്കെ വാങ്ങി ഇതുപോലെ കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ആക്ഷേപമുണ്ട്. അവരും ഈ അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട് ഇടപാടുണ്ട്. അവിടെ ഈ ആളുകളെ, ഉപഭോക്താക്കളുടെ ഒരു വലിയ ലിസ്റ്റ് നേരിട്ട് MLA ചെയർമാനായിട്ടുള്ള ഈ ഫൗണ്ടേഷൻ, മുദ്ര ഫൗണ്ടേഷനോ മറ്റോ വാങ്ങിയിട്ട് നേരെ ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു. അങ്ങനെ അവരെ കൂടി, ആ പ്രദേശത്തെ ജനങ്ങളെ കൂടി ഇതിൻ്റെ ഭാഗമാക്കുന്നു. അപ്പോൾ ഇതിലൊക്കെ ഒരു വലിയ ആക്ഷേപമുണ്ട്, വലിയ ഒരു സംശയം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കൂടി ഈ അന്വേഷണം ചെല്ലേണ്ടതുണ്ട്. അങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് MLA-മാർ കാരണമായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ തീർച്ചയായിട്ടും വലിയ നടപടി സ്വീകരിക്കണം. ഞാനതിൻ്റെ ഒരു വലിയ ആഴത്തിലേക്കോ മറ്റോ പോയിട്ടില്ല. ഞാനിപ്പോൾ വരാൻ നേരത്ത് ഡോക്ടർ പി സരിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. ഞാനും കണ്ടിരുന്നു വസീഫ്. ചർച്ചയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് സരിനിലേക്ക് എത്താൻ ശ്രമിക്കുകയും ചെയ്യും, അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ തേടാം. അനിതകുമാരി ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പരാതിക്കാരിയാണ്. അനിതകുമാരി, തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഇന്ന് നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിരവധി ആളുകൾ പരാതിയുമായി ഇപ്പോൾ രംഗത്തെത്തുന്നു. എങ്ങനെയാണ് ഈ തട്ടിപ്പുകാർ നിങ്ങളിലേക്ക് എത്തിയത്? നമ്മുടെ പഞ്ചായത്തിലും ഇവർ ദീപ്തി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ കരമന പ്രവർത്തിക്കുന്നു, ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഒരു ഏജൻ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പഞ്ചായത്തിൽ സമീപിക്കുകയും നമ്മുടെ മറ്റ് മെമ്പർമാരെയും പ്രസിഡൻറ്റിനെയും ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുകയും ചെയ്തു. മറ്റ് പഞ്ചായത്തുകളിൽ ഇവരുടെ ഈ ആനുകൂല്യങ്ങളൊക്കെ നടത്തി അവർ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളോടും ഇങ്ങനെ ഈ ഗുണഭോക്താക്കളെ കണ്ടെത്തണം എന്ന് പറഞ്ഞത്. വനിതകൾക്ക് മാത്രമായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി ഉള്ളത്. പകുതി 50% അടച്ചുകൊണ്ട് നമുക്ക് മുഴുവൻ തുകയുടെ സാധനം കൈപ്പറ്റാൻ പറ്റും എന്ന് പറഞ്ഞാണ് നമ്മളെ സമീപിക്കുകയും ആദ്യഘട്ടത്തിൽ ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ, കോഴിക്കോട്, ഈ 3 പ്രോജക്റ്റുകളാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെ പകുതി പൈസ അടച്ചാൽ സാധനം കിട്ടും, ഉടനെ തന്നെ അടച്ച് 1 മാസത്തിനകം കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ വനിതകളെ വിളിച്ചു കൂട്ടുകയും അവർ പഞ്ചായത്തിൽ വന്ന് തന്നെ രജിസ്ട്രേഷൻ നടത്തി അവർ മൊത്തം പൈസ അടച്ച് അവർക്ക് സാധനം, ഈ അടച്ചവർക്കെല്ലാം ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ, കോഴിക്കോട് എന്നിവ കൊടുക്കുകയും ചെയ്തു. 2ാം ഘട്ടത്തിലാണ് നമുക്ക് ഈ 2 വീലർ പദ്ധതി വന്നത്. അതും ഇതുപോലെ തന്നെയാണ്, വനിതകൾക്ക് പകുതി വിലയ്ക്ക് കൊടുക്കാം, അവർക്ക് ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചോദിക്കുകയും ചെയ്തു, ഇത് എങ്ങനെ നിങ്ങൾക്ക് ഈ പകുതി വിലയ്ക്ക് ഇത് എങ്ങനെ മുതലാകും, കൊടുക്കാൻ നിങ്ങൾക്ക് എന്ത് ലാഭം? അപ്പോഴവർ പറഞ്ഞത് അവർക്കൊരു CSR ഫണ്ടുണ്ട്, അപ്പോൾ ഇങ്ങനെയുള്ള പദ്ധതികളും കൂടെ നടപ്പിലാക്കിയാലേ അവർക്ക് ഈ ഫണ്ട് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അനിതകുമാരി, നോക്കൂ, ഇത് CSR ഫണ്ട് വഴിയാണ് ഇതിന്റെ ബാക്കി തുക എന്നവർ പറയുമ്പോൾ നിങ്ങൾ അത് വിശ്വസിക്കുന്നു. അങ്ങനെ പണം നൽകുന്നത് എങ്ങനെയാണ്? അക്കൗണ്ടിലേക്കാണോ പണം നൽകിയത്? അങ്ങനെ പണം നൽകുമ്പോൾ അതിന് രേഖയായി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള റെസിപ്റ്റോ, ഉറപ്പോ, മുദ്രപത്രമോ, കരാറോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നും തന്നിട്ടില്ലായിരുന്നു. നമ്മൾ പൈസ അടച്ചപ്പോൾ തന്നെ, നമ്മൾ ഈ 2 വീലറിന് പൈസ അടയ്ക്കുമ്പോൾ തന്നെ നമുക്ക് 62,000 രൂപ നമ്മളിൽ നിന്ന് കൈപ്പറ്റുകയും 52,000 രൂപയുടെ റെസിപ്റ്റ് മാത്രമാണ് നമുക്ക് തരികയും ചെയ്യുന്നത്. അല്ലാതെ വേറെ യാതൊരുവിധ രേഖകളോ ഒന്നും അവർ നമുക്ക് തന്നിട്ടില്ല. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇവരെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു, വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഓരോ ഒഴിവുകൾ പറയുകയായിരുന്നു, അടുത്ത മാസം തരാം, അടുത്ത മാസം 10-ാം തീയതി അല്ലെങ്കിൽ അവസാനം, ഇങ്ങനെ പറഞ്ഞ് നമ്മളെ ഇത്രയും നാളും പറ്റിക്കുമായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തട്ടിപ്പ് അറസ്റ്റിലായ അനന്തകൃഷ്ണൻ അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ 10 പേര് പോത്തങ്കോട് സ്റ്റേഷനിൽ പരാതി നൽകുകയും അതിനുമായിട്ട് CI ആയിട്ട് ബന്ധപ്പെടുകയും ചെയ്തു. നിങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ടതിൽ അനന്തകൃഷ്ണനുണ്ടോ? അനന്തകൃഷ്ണനെ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതിൽ ആരുമായിട്ടാണ് നിങ്ങളുടെ ഇടപാടുണ്ടായിരുന്നത്?
നമുക്ക് അനന്തകൃഷ്ണനുമായിട്ടൊന്നും ഇടപാടില്ല. നമ്മുടെ പഞ്ചായത്തിൽ വന്നത് കരമന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദീപ്തി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു ഏജൻറ്റ്, ഒരു വിജയദാസാണ് നമ്മുടെയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് നമ്മുടെ കാശെല്ലാം കൊടുത്തത്. ശരി, അവരുടെ ഉറപ്പുകൾ വിശ്വസിക്കുകയായിരുന്നു. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ക്യാഷ് എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയത് അദ്ദേഹമാണ്. അതെ, അവരെ ഉറപ്പ് വിശ്വസിക്കുന്ന വെച്ചാൽ നമ്മുടെ തൊട്ടടുത്തുമൊക്കെ 2 വീലറിൻ്റെ പൈസ ബുക്ക് ചെയ്തു, അവർക്ക് 1-2 വാഹനങ്ങളൊക്കെ കിട്ടി. ആ ഒരു വിശ്വാസത്തിൻ്റെ പേരാണ് കുടുംബശ്രീന്നും ഒക്കെ ലോണും എടുത്തൊക്കെയാണ് വനിതകളാണ് അവർ വനിതകളുടെ സ്കീമാണെന്ന് പറഞ്ഞിട്ട് ലൈസൻസ് എല്ലാം വനിതകളുടേതാണ്. അപ്പോൾ അവർ കുടുംബശ്രീന്നും മറ്റുമൊക്കെ ലോണും ഒക്കെ എടുത്താണ് ഈ പൈസ അടച്ചത്. അപ്പോൾ അത് വളരെ ഒരു തട്ടിപ്പിനിരയായപ്പോൾ എല്ലാവരും വളരെ മാനസികമായിട്ടുള്ള ഒരു വിഷമത്തിലാണ്. കുറച്ചു പേർക്ക് കൊടുത്തുകൊണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് ശരി, മനസ്സിലായി. അതാണ് അവരുടെ തട്ടിപ്പിന്റെ പൊതുവിലുള്ള ഒരു രീതി എന്നുള്ളത് കൂടിയാണ്. ശ്രീ അഡ്വക്കേറ്റ് രാജസിംഹൻ, നോക്കൂ, ഈ അശോക ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് പല ഇടപാടുകൾ നടന്നിരുന്നു. പല രാഷ്ട്രീയ നേതാക്കളും നിരന്തരം അവിടെ സന്ദർശനം നടത്തിയിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വരിക കൂടി ചെയ്തതാണ്. നോക്കൂ, അനന്തകൃഷ്ണന്റെ തട്ടിപ്പിന്റെ ഒരു സ്ട്രാറ്റജി അതിപ്പോൾ അനിതകുമാരി വിശദീകരിച്ചതുപോലെ ആദ്യം കേൾക്കുന്ന ഏതൊരാൾക്കും വിശ്വാസം തോന്നുന്ന തരത്തിലാണ്. കാരണം കുറച്ച് ആളുകൾക്ക് ഇത് കിട്ടുന്നുണ്ട്, അത് മാതൃകയാക്കിയാണ് മറ്റുള്ളവർക്കും ലഭിക്കും, നിങ്ങൾക്കും ഇത് കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ശൃംഖല, ഈ ഒരു ചെയിൻ അതെങ്ങനെ അവിടെ പ്രവർത്തിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്? അശോക അപ്പാർട്ട്മെന്റ് എറണാകുളം ജില്ലയിലെ മറൈൻ ഡ്രൈവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളുടെ അസോസിയേഷൻ ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ അസോസിയേഷനാണ്. അശോക അപ്പാർട്ട്മെൻറ്റിൽ 3 അപ്പാർട്ട്മെൻറ്റ്സാണ് ഇവർ എടുത്ത് പ്രവർത്തിച്ച് വരുന്നത്. കഴിഞ്ഞ 1 വർഷത്തിൽ താഴെയായിട്ടാണ് അവരവിടെ താമസവും പ്രവർത്തനവുമായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് ഓൾറെഡി അവർ റിട്ടേൺ ചെയ്തു, വെക്കേറ്റ് ചെയ്തു. പിന്നെ 2 അപ്പാർട്ട്മെൻറ്റിലാണ് ഇപ്പോഴവിടെ അവർ പ്രവർത്തിച്ച് വന്നുകൊണ്ടിരുന്നത്. ഈ അനന്തകൃഷ്ണൻ, അദ്ദേഹത്തെ ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത്, എസ്പെഷ്യലി പ്രത്യേകിച്ച് എന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് അഡ്വക്കേറ്റ് ലാലി വിൽസൻ്റാണ്. ഞാനൊരു അഡ്വക്കേറ്റ് ആയതുകൊണ്ടും മാഡം ഒരു അഡ്വക്കേറ്റ് ആയത് എനിക്ക് നേരത്തെ മാഡത്തെ അറിയുകയും ചെയ്യാം. എനിവേ, ലാലി വിൽസൻ്റാണ് ഞങ്ങളവിടെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് CSR ഫണ്ട് മാനേജ് ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ മകനെ പോലെയാണെന്ന് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അന്ന് കേട്ടപ്പോൾ തന്നെ CSR ഫണ്ടിൻ്റെ മാനേജ് ചെയ്യുന്ന ഒരാൾ 26 വയസ്സാണ്, സംസാരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രായം 26 വയസ്സാണെന്ന് പറഞ്ഞു. ഇതൊരു തട്ടിപ്പാണെന്നത് കേട്ടപ്പോൾ തന്നെ ഒരു സംശയം തോന്നിയിരുന്നു. അപ്പാർട്ട്മെൻറ്റിലെ മറ്റുള്ള ആളുകൾക്കും ഇവരുടെ പ്രവർത്തനത്തിൽ വളരെ സംശയം തോന്നുകയും ചെയ്തിരുന്നു. ഇവിടെ ലാലി വിൽസൻ്റെ അഡ്വക്കേറ്റ് ലാലി വിൽസൻ്റെ സ്ഥിരമായി ആ ഫ്ലാറ്റിൽ വന്നുകൊണ്ടിരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന വേറെ രാഷ്ട്രീയ നേതാവ് BJPയുടെ AN രാധാകൃഷ്ണൻ, അദ്ദേഹത്തെ സ്ഥിരമായി ഞങ്ങളുടെ ഫ്ലാറ്റിൽ എല്ലാവരും കണ്ടിരുന്ന ഒരാളാണ്. വേറെയും ഒരുപാട് ആളുകൾ വന്നിരുന്നു. പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറയുന്നത് ഇവർ 2 പേരുമാണ്. ഈ പ്രവർത്തനത്തിൽ ഇവിടെ ഈ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇവരോടൊപ്പം 10ഓളം പേരുണ്ടായിരുന്നു. ഒരു 3 ഫ്ലാറ്റിലേക്കാണ് അപ്പാർട്ട്മെൻറ്റിലാണ് ഇവർ താമസിച്ചിരുന്നത്. 10ഓളം പേര് അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഹൈ എൻഡ് വെഹിക്കിളിലാണ് ഇവരെപ്പോഴും വരുന്നത്, ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അറസ്റ്റ് ചെയ്തു എന്ന് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇങ്ങനെ ഒരു കേസുണ്ടായതിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്ന സാറ്റർഡേ രാവിലെ ഈ വിവരത്തെക്കുറിച്ച് ഞങ്ങൾ അറിയുകയും എല്ലാവർക്കും ഒരു ഞെട്ടലോടെയാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. പെട്ടെന്ന് ഇത്രയും വലിയൊരു തട്ടിപ്പ്, ഹ്യൂജ് എമൗണ്ട് ആണല്ലോ. അതിനുശേഷം അറസ്റ്റിൽ ഇദ്ദേഹമായി എന്നറിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് സെക്രട്ടറി എന്ന നിലയിൽ എന്നെയും അതുപോലെ ഞങ്ങളുടെ കെയർടേക്കറെയും വിളിച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നത് അഡ്വക്കേറ്റ് ലാലി വിൽസൻ്റാണ്. സോ മാം എന്നോട് പറഞ്ഞത്, ഞങ്ങൾ ആ ഫ്ലാറ്റിനി തിരിച്ച് വെക്കേറ്റ് ചെയ്യുകയാണ്, അതിൻ്റെ ആ അപ്പാർട്ട്മെൻറ്റ് ഓണേഴ്സിനെ വിളിച്ച് അറിയിക്കണം, ഞങ്ങളത് വെക്കേറ്റ് ചെയ്യാണ് ഞങ്ങൾ എന്നാണ് പറഞ്ഞത്. ആസ് ഇഫ് ഷീ ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദി ടീം, ഞങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ശരി, അതിൻ്റെ ഓണേഴ്സിനെ അറിയിക്കാം ആ ഇൻസ്ട്രക്ഷൻ്റെ പുറത്ത്. ബിക്കോസ് അതിനുശേഷം അനന്തകൃഷ്ണനോ അയാളോടൊപ്പം ഉണ്ടായിരുന്ന ആരും ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഞങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അഡ്വക്കേറ്റ് ലാലി വിൽസൻ്റാണ്. മാഡം പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ 2 അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓണേഴ്സിനെ അറിയിച്ചു. അന്നും അതിൻ്റെ അടുത്ത ദിവസവും എല്ലാ കാര്യങ്ങൾക്കും വിളിച്ച് ഈ കാര്യങ്ങൾ ചോദിക്കുന്നതും, എക്സ്പെഷ്യലി നെക്സ്റ്റ് ഡേ പോലീസ് ഇവിടെ വന്നപ്പോൾ, പോലീസ് ഈ ഫ്ലാറ്റിലേക്ക് അവരുടെ തെളിവെടുപ്പിന് വേണ്ടി വരുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ കീ ഒന്നുമില്ല. പക്ഷേ രാവിലെ 11 മണിയോടുകൂടി ലാലി വിൽസൻ്റാണ്, അഡ്വക്കേറ്റ് ലാലി വിൽസൺ ഞങ്ങളുടെ കെയർടേക്കർ രാജേഷിനെ വിളിച്ചിട്ട് അദ്ദേഹത്തോട് ഫോണിൽ പറഞ്ഞു പോലീസ് വരുന്നുണ്ടെന്ന്, അതുകൊണ്ട് ഫ്ലാറ്റിൻ്റെ കീ ഞാൻ എൻ്റെ മരുമകളുടെ കയ്യിൽ കൊടുത്തയക്കാം. അവരുടെ ഡോക്ടർ ഇൻ ലോ ആണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആ ഒരു പെൺകുട്ടി അവിടേക്ക് കടന്നു വന്നു. അവരാണ് കീ കൊണ്ട് തന്നിട്ട് പോയത്. ഞങ്ങളുടെ കയ്യിൽ CCTVൻ്റെ വിഷ്വൽസൊക്കെ ഉണ്ട്. പോലീസ് ഉച്ചയ്ക്ക് വന്നപ്പോൾ ആദ്യം ചോദിക്കുകയും ചെയ്തു, അസോസിയേഷൻ എവിടെ നിന്നാണ് ഇവർ ഇങ്ങനെ ഒളിവിൽ പോയ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഇത് കീ കിട്ടിയതെന്ന്.
ഞങ്ങൾ ലാലി വിൽസൻ്റെ അഡ്വക്കേറ്റ് ലാലി വിൽസൻ്റെ ആണ് കൊണ്ട് തന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ വിഷ്വൽസ് ചോദിച്ചു, വിഷ്വൽസ് കൊടുക്കുകയും ചെയ്തു. ദിസ് ഈസ് ഹർ ഇൻവോൾവ്മെൻറ്റ് ഇൻ ദി മാറ്റർ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ ഫ്ലാറ്റിൽ ഈ പ്രതികളുടേതായ ഒരു പഴയ കാർ, ഒരു മാരുതി 800 കാറിൽ കുറേ സാധനങ്ങൾ ലഗേജൊക്കെയുമായി ഞങ്ങളുടെ കാർ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് സാറ്റർഡേ നൈറ്റിൽ ശ്രദ്ധയിൽപ്പെട്ടു. ഉടനെ ഞങ്ങൾ പോലീസിനെ ബന്ധപ്പെട്ടു. മൂവാറ്റുപുഴ SHOയെ വിവരം അറിയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം ഒരു പോലീസുകാരൻ അവിടെ വരികയും ആ വണ്ടി രാത്രി അവരെ കടത്തിക്കൊണ്ട് പോകാതിരിക്കാൻ അതിൻ്റെ വലതുവശത്തുള്ള 2 ടയറിൻ്റെയും കാറ്റഴിച്ചു വിടുകയും ചെയ്തു. ഈ വിവരം അറിഞ്ഞുകൊണ്ട് അഡ്വക്കേറ്റ് ലാലി വിൽസൻ്റെ എന്നെ തൊട്ടടുത്ത ദിവസം എന്നെ വിളിച്ചിരുന്നു. മൺഡേ മാം എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, ഇതാരാണ് പോലീസുകാരൻ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റുന്ന, പോലീസിനെ ഞങ്ങളുടെ വണ്ടി എങ്ങനെ കാറ്റ് തുറന്നു വിടാൻ പറ്റും, ഈ വണ്ടി സീസ് ചെയ്തിട്ടില്ലല്ലോ, ഈ ചെയ്ത പോലീസിനെതിരെ നടപടിയെടുക്കും, ആ പോലീസ് അതിൻ്റെ തൊപ്പി തെറിപ്പിക്കും എന്നൊക്കെ വളരെ വാശിയോടുകൂടി എന്നോട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ചെയ്യുമായിരിക്കും, എനിക്കറിയില്ലത്. സോ ഇതാണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ. ശരി, ഞാൻ മടങ്ങി വരാം അങ്ങയിലേക്ക്. ഇതാണ് ആ ദിവസങ്ങളിൽ നടന്നത്. അതിന് മുൻപ് ഈ നാളുകളിലായി ഇവിടെ നടന്നത് ഇങ്ങനെയാണ്. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക CSR ഫണ്ട് മാനേജ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് ലാലി വിൻസെന്റ് അനന്തകുമാറിനെ പരിചയപ്പെടുത്തിയത് എന്ന് രാജസിംഹൻ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് പോലും അതിൽ സംശയം തോന്നുന്നു ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട്. പക്ഷേ ആ സംശയം ലാലി വിൻസെന്റിനെ പോലെ ഒരു മുതിർന്ന നേതാവിന് ഉണ്ടായില്ല എന്നുള്ളത് മാത്രമല്ല, ഇതൊരു കേസാകുന്ന സമയത്ത് സ്വാഭാവികമായും പോലീസ് ഫ്ളാറ്റിലേക്ക് എത്തും, പരിശോധന നടത്തുമെന്ന് ഉറപ്പുള്ള സമയത്ത് ആ ഫ്ളാറ്റ് വെക്കേറ്റ് ചെയ്യാൻ മുൻകൈ എടുക്കുന്നത് ലാലി വിൻസെന്റ് ആണ്. ഒരു ക്ലയന്റുമായുള്ള ബന്ധം മാത്രമാണോ ഈ നിലയിൽ കൊണ്ട് അവരെ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചത്? നോക്കൂ, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും പക്വമതിയായ രാഷ്ട്രീയ നേതാവ് ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയനാണല്ലോ. അദ്ദേഹത്തിന്റെ ഇഫ്താർ വിരുന്നിൽ തൊട്ടടുത്തിരുന്ന് ഏറ്റവും സ്നേഹപൂർവ്വം അനന്തു ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന ചിത്രങ്ങൾ വെളിയിൽ വന്നില്ലേ? കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള എല്ലാ സാധ്യതകളും അന്വേഷിക്കപ്പെടണം. അതിന് കേന്ദ്ര ഏജൻസികളോ മറ്റേത് ഏജൻസികളാണെങ്കിലും അന്വേഷിക്കണം. അതിൽ കോൺഗ്രസ് നേതാക്കൾ ഉണ്ടെങ്കിൽ അന്വേഷിക്കണം, CPM നേതൃത്വം ഉണ്ടെങ്കിൽ അന്വേഷിക്കണം. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ഇൻസിഡന്റ് സഹാവ് പിണറായി വിജയന്റെ പടം, അത് സഹാവ് പിണറായി വിജയൻ ഇതിൻ്റെ അകത്ത് പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. മനസ്സിലായില്ലേ? എന്റെ നാട്ടിൽ പൂഞ്ഞാർ MLA LDFന്റെ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിലാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തിന് തരുമ്പും ഇതിൽ പങ്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല വസന്ത്, ഞാൻ ആ നിലയിലല്ല വസന്ത് പറഞ്ഞത്. ഇപ്പോൾ നോക്കൂ, അത് പിണറായി വിജയൻ മാത്രമല്ല, ഇപ്പോൾ വസീഫ് ഇവിടെ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചു ഒരുപാട് നരേന്ദ്രമോദിയോടൊപ്പമുള്ള ഫോട്ടോ വരെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നരേന്ദ്രമോദിയാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ. ആ നിലയിലല്ല വസന്ത് ആക്ഷേപം. പക്ഷേ ഇവിടെ ശ്രീ രാജസിംഹൻ പറയുന്നത് പോലെ CSR ഫണ്ട് മാനേജ് ചെയ്യുന്ന ഒരാൾ എന്ന് പറഞ്ഞാണ് ലാലി വിൻസെന്റ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ CSR ഫണ്ട് ഒക്കെ മാനേജ് ചെയ്യാൻ അങ്ങനെ ആർക്കും പറ്റുമോ? ആരുടെ അക്കൗണ്ടിലേക്കും ഏത് നിലയിലും വരുന്നതാണോ ഇത് എന്നൊരു പ്രാഥമിക അന്വേഷണം സ്വാഭാവികമായും ലാലി വിൻസെന്റിനെ പോലെ ഒരാൾക്ക് നടത്താം. അങ്ങനെ നടത്താൻ കഴിയാത്ത തരത്തിൽ ലാലി വിൻസെന്റ് ഏത് നിലയിൽ കബളിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ വസന്ത് കരുതുന്നത്. അല്ല അസിത, CSR ഫണ്ട് വന്നില്ല എന്ന് അങ്ങയോട് ആരാണ് പറഞ്ഞത്? ഈ സംവിധാനം ആദ്യം ഇതൊരു വലിയ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്, ശൃംഖലയാണ്. ആദ്യം 1ാം സ്ഥാനത്ത് NGO കോൺഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അവിടെയാണ് അങ്ങ് ആദ്യം പറഞ്ഞ അനന്ത്കുമാർ, സത്യസായി ട്രസ്റ്റും സായി ഗ്രാമവുമായി ബന്ധപ്പെട്ട അനന്ത്കുമാർ ഉള്ളത്. അവിടെയാണ് കൊച്ചിയിലെ മദർ ഓഫ് കൊച്ചി എന്ന് പറഞ്ഞ് CPM തന്നെ അംഗീകരിച്ച വിളിച്ചാദരിച്ച ബീന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന കൊച്ചിയിലെ തന്നെ പ്രമുഖ കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിരുന്ന വ്യക്തി ഉള്ളത്. അവിടെയാണ് ഈ അനന്ത്കുമാർ ഉള്ളത്, അനന്തു ഉള്ളത്, ബീന സെബാസ്റ്റ്യൻ ഉള്ളത്, ഈ തുടങ്ങിയ ആൾക്കാരുള്ളത്. അതിന് താഴോട്ടാണ് സ്വീറ്റ് സൊസൈറ്റികൾ വരുന്നത്. നോക്കൂ, ആ സംവിധാനത്തിൽ അനന്ത്കുമാർ ഉണ്ടായിരുന്ന സമയത്ത് സത്യസായി ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫണ്ട് അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന ഫണ്ടാണ് പിന്നീട് വിതരണം ചെയ്യപ്പെട്ടത്. ചിലർക്കൊക്കെ വണ്ടി കിട്ടി എന്ന് ചിലർ പറയുന്നില്ലേ? അത് ആ ഫണ്ട് വന്നത് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? വിതരണം ചെയ്യാൻ പറ്റി. പിന്നീട് അനന്ത്കുമാറുമായി എന്തൊക്കെയോ തർക്കങ്ങൾ ഉണ്ടാവുകയും ഈ അനന്ത്കുമാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് അനന്തു പറയുന്നു, അല്ല അനന്തുവാണ് നടത്തിയെന്ന് അനന്ത്കുമാർ പറയുന്നു. ഇവർ തമ്മിലുള്ള തർക്കത്തിൽ അത് മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സത്യസായി ട്രസ്റ്റും സായി ഗ്രാമവും ഇതിന്റെ ഈ NGO കോൺഫെഡറേഷന്റെ ഭാഗമല്ലാതായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ സ്വാഭാവികമായ ഒരു ഇമേജ് ഉണ്ടായിരുന്ന ഒരു ട്രസ്റ്റാണ് സായി ഗ്രാമം എന്ന് പറയുന്നത്. പിന്നീട് അതിലേക്ക് ഫണ്ട് വരാതാവുകയാണ്. പക്ഷേ ലാലി വിൻസെന്റിന്റെ ലീഗൽ അഡ്വൈസർ ആവുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആദ്യ കാലഘട്ടത്തിൽ ഫണ്ട് വന്നുകൊണ്ടിരുന്നപ്പോഴും ആദ്യഘട്ടത്തിൽ ഒരുപാട് പേർക്ക് വണ്ടി കൊടുത്തുകൊണ്ടിരുന്ന സമയത്തുമൊക്കെയാണ്. പിന്നീട് അനന്തകുമാർ വസന്ത് ഈ വ്യക്തി ഇപ്പോൾ പോലീസിന്റെ പിടിയിലായതിനു ശേഷം കൊടുത്ത മൊഴികളിൽ അനന്തകുമാർ CSR ഫണ്ട് എന്നുള്ള നിലയിൽ ഒരു ഫണ്ടും അദ്ദേഹത്തിന് വന്നിട്ടില്ല എന്നൊരു മൊഴി ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട്. വസന്ത്, ആര് കൊടുത്തത്? അനന്ത്കുമാർ കൊടുത്തതോ അനന്തു കൊടുത്തതോ? അനന്തു.
അല്ല, അതേ അനന്തു തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങളുടെ മൂവാറ്റുപുഴ SHOയുടെ മുമ്പിൽ നിന്ന് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന കേരളത്തിലെ CPM-നും കോൺഗ്രസിനും പോലും ഇല്ലാത്ത രീതിയിൽ ഒരു വോയിസ് ഇട്ടാൽ കേരളത്തിലെ ഏറ്റവും ഒടുക്കത്തെ ബൂത്ത് കമ്മിറ്റിയിൽ വരെ എത്തുന്നത് പോലെ ശൃംഖലയായ സ്വീറ്റ് സൊസൈറ്റികളിലൂടെ സ്വന്തം വോയിസ് 16 മിനിറ്റുള്ള ഞാൻ ഇത്രയേറെ ഇത് കൊടുത്തിട്ടുണ്ട്, എന്ത് കൊടുത്തിട്ടുണ്ട്, ഇത്രയേറെ വണ്ടികൾ കൊടുത്തിട്ടുണ്ട്, ഇനി ഞാൻ വെളിയിൽ നിന്നാൽ മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ, ഞാനത് കൊടുക്കും എന്ന് പറഞ്ഞ അനന്തുവിന്റെ വോയിസ് എങ്ങനെയാണ് സ്പ്രെഡ് ആയത്? എങ്ങനെയാണ് അനന്തു അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് അനന്തുവിന് ഇതുമായി ബന്ധപ്പെട്ട് പങ്കില്ല എന്നോ അല്ലെങ്കിൽ അനന്തുവിന് ആ നിലയിലുള്ള ഇടപെടലുകൾ ഇല്ല എന്നൊന്നും നമ്മൾ പറഞ്ഞില്ലല്ലോ വസന്ത്. അതൊക്കെ ഫാക്ട് ആണ്. ഞാൻ ചോദിച്ചത് ഇപ്പോൾ ശ്രീ രാജസിംഹൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞ വസന്ത് ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ ചോദിക്കുന്നു. ഞാൻ ആ നിലയിൽ ഒരു കോൺട്രവേഴ്സിലേക്ക് ഇത് കൊണ്ടുപോകുകയല്ല. നോക്കൂ, അതിലിപ്പോൾ ലാലി വിൻസെന്റിന്റെ പങ്ക് എന്താണ് എന്നുള്ളത്. ലാലി വിൻസെന്റിന്റെ പേരെടുത്ത് പറയാൻ കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ഏതൊരു രാഷ്ട്രീയ നേതാവാണ്. അവരുടെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം കേൾക്കുകയായിരുന്നു. ഒരു ക്ലാരിറ്റിയും ഇല്ലാതെയാണ് അവർ സംസാരിക്കുന്നത്. അവർ എന്താണ് പറയുന്നത്? എന്റെ മകനെ പോലെയാണ്, അവൻ ഇങ്ങനെ ചെയ്യില്ല, അവനെയും ഇരയാക്കപ്പെട്ടതാണ്, അവൻ കുറ്റക്കാരനല്ല, തെറ്റുകാരനല്ല, ഈ നിലയിലാണ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്ര കാലമായി നടന്ന തട്ടിപ്പാണ്. ലാലി വിൻസെന്റിന് അതുമായി ബന്ധപ്പെട്ട് ഒരു സൂചനയും ലഭിച്ചിട്ടേയില്ല എന്ന് പറഞ്ഞാൽ മാത്രമല്ല വസന്ത, ഇതൊക്കെ പോട്ടെ, ഇതുവരെയുള്ള കാര്യങ്ങൾ പോട്ടെ, ഇപ്പോൾ വരുന്ന പരാതിയെങ്കിലും അവർ വിശ്വസിക്കേണ്ടേ? അതുപോലും ഉണ്ടാകാതെ ഇങ്ങനെ അനന്തുവിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ആ പോയിന്റിലാണ് നമുക്ക് സംശയം. അസിത, ഞാൻ പറഞ്ഞല്ലോ, അതിനുശേഷമാണ് ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യട്ടെ. അതായത് അതിനുശേഷമാണ് അനന്തുവിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്നാമത്തെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു മൂവാറ്റുപുഴ PS-ൽ. അന്ന് ദേശാഭിമാനി ആ വാർത്ത കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ അടുത്തിടെ ഈ റീസെന്റ് അവനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം NGO കോൺഫറൻസിന്റെ ലെറ്റർ പാടിൽ ഇതാ ഇത്രയേറെ വണ്ടികൾ കൊടുത്തിട്ടുണ്ട്, അക്കമിട്ട് ഇത്രയേറെ വണ്ടി, ഇത്രയേറെ ലാപ്ടോപ്പ്, ഇത്രയേറെ ഭക്ഷ്യദാന കിറ്റുകൾ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വെളിയിൽ വന്നല്ലോ. അതിനുശേഷം എന്തുകൊണ്ടാണ് അത് പുറപ്പെടുവിച്ച ബീന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന കൊച്ചിയുടെ നഗരമാതാവ് എന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന സ്ത്രീയെ പ്രതി ചേർക്കാത്തത്? ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ നിലകൊണ്ട ആളെ പ്രതി ചേർക്കപ്പെടുന്നു. ഞാനും ഒരു അഭിഭാഷകനാണ്. നമ്മൾ ഇടപെടുന്ന നമ്മുടെ ക്ലയൻസ്, നമുക്ക് 100% വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയില്ലെന്ന് പറഞ്ഞ് നമ്മളോട് വന്ന് ക്ലയൻസ് എല്ലാം സത്യം പറയും. കുമ്പസാര രഹസ്യം പോലെ എല്ലാം സത്യം തന്നെ പറയും. സാധാരണ നിലയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് അവരുടെ ലീഗൽ അഡ്വൈസറെ ആദ്യം തന്നെ പ്രതി ചേർക്കുകയാണോ ചെയ്യുന്നത്? സാധാരണ അങ്ങനെയാണോ? അല്ലല്ല, അങ്ങനെ ചേർക്കാൻ പറ്റില്ല. അഡ്വക്കേറ്റ്സ് ആക്ട് ഉണ്ടല്ലോ, എങ്ങനെ ചേർക്കാൻ പറ്റും? അപ്പോൾ പിന്നെ ലാലി വിൻസെന്റ് പ്രതിയാകുന്നത് എങ്ങനെയാണോ വസന്ത്? ഇപ്പൊ പ്രതി ചേർത്തിരിക്കുന്ന പോലെ നിൽക്കുമെന്ന്, ലീഗലി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ലാലി വിൻസെന്റിന്റെ അഡ്വക്കേറ്റ് അല്ല, ഞാൻ അവരുടെ സ്പോക്ക് പേഴ്സണും അല്ല. ഞാൻ കോൺഗ്രസിന്റെ നിലപാട് പറയേണ്ട ആളാണ്, അതേ പറയുന്നുള്ളൂ. പക്ഷേ ആസ് ആൻ അഡ്വക്കേറ്റ് എനിക്ക് തോന്നുന്നില്ല ലാലി വിൻസെന്റിനെ പ്രതി ചേർത്തത് പോലും കോടതിയിൽ നിൽക്കുമെന്ന്. ശരി, ഞാൻ അതിലേക്ക് മടങ്ങി വരാം. എന്തായാലും ശ്രീ സുരേഷ് ബാബു, നോക്കൂ, നിരവധി NGO-കളുടെ മറവിലാണ് അല്ലെങ്കിൽ NGO-കളുടെ കൂടി പേര് ചേർത്താണ് ഈ നിലയിലുള്ള തട്ടിപ്പ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്ന വിവരങ്ങൾ അനുസരിച്ച്. നോക്കൂ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ? എങ്ങനെയാണ് നിങ്ങൾ ഇതിൽ ഇടനിലക്കാരായത്? മേഡം കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറയൂ. ഇപ്പം നമ്മൾ നാഷണൽ NGO കോൺഫെഡറേഷൻ എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ കീഴിലാണ് സംഘടനകളൊക്കെ ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് 2021 കോവിഡ് സമയത്താണ് നമ്മുടെ ശ്രീ ആനന്ദകുമാർ, അതായത് ദേശീയ ചെയർമാനായ ശ്രീ ആനന്ദകുമാർ, അദ്ദേഹമാണ് ഇത് ആരംഭിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റായിരുന്നു കേരളത്തിലെ മുഴുവൻ സന്നദ്ധ സംഘടനകളെയും കൂട്ടിയിണക്കിക്കൊണ്ട് സാമൂഹ്യ പരിവർത്തനത്തിന് ഉതകുന്ന ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയാണ്, കാരണം അദ്ദേഹം ഇത് ആരംഭിച്ചത് കൊണ്ട് തന്നെയാണ് എല്ലാ സന്നദ്ധ സംഘടനകളും, കാരണം ഇതിലുള്ള ഏകദേശം 140 ഇംപ്ലിമെൻറ്റിംഗ് സംഘടനകളായിട്ടുള്ള എല്ലാ സംഘടനകളും കേരളത്തിലെ ഏറ്റവും നല്ല സംഘടനകളാണ്. മതസംഘടനകളുണ്ട്, മറ്റ് സംഘടനകളുണ്ട്, എല്ലാ സംഘടനകളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഏറ്റവും പേരുകേട്ട സംഘടനകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നത് ആനന്ദകുമാർ സാർ നേതൃത്വം കൊടുക്കുന്നു എന്നതാണ്. കാരണം സായിഗ്രാമിൻ്റെ കാരണം നമ്മൾ അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ CSR ഫണ്ട് യൂസ് ചെയ്യുന്ന ഒരു സംഘടനയാണ് സായിഗ്രാം ട്രസ്റ്റ് എന്ന് പറയുന്നത്, എല്ലാവർക്കും അറിയാം. ഏകദേശം 5 ലക്ഷത്തോളം ഇതിൻ്റെ കിഡ്നി പേഷ്യൻസിന്, അതായത് ഡയാലിസിസ് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ സൗജന്യമായി ഡയാലിസിസ് ചെയ്ത് കൊടുത്തത് അധികം CSR ഫണ്ട് മറ്റു കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ CSR ഫണ്ട് വാങ്ങുന്ന വലിയൊരു ഏജൻസിയുടെ ഉടമ കൂടിയാണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയാണ് ശ്രീ ആനന്ദകുമാർ സാർ. കാരണം അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയോ സാമൂഹ്യ പ്രതിബദ്ധതയോ ഒരു സംഘടനകൾക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. കാരണം അദ്ദേഹം നേതൃത്വം കൊടുക്കുക, അതോടൊപ്പം തന്നെ ഇതിൻ്റെ അഡ്വൈസറി ബോർഡ് ചെയർമാനായി വന്നിരിക്കുന്നത് റിട്ടയർഡ് ജസ്റ്റിസ് ശ്രീ രാമചന്ദ്ര സാറാണ്. കാരണം ഇത്തരം പ്രമുഖരായ ആളുകൾ, അതേപോലെ ബീന സെബാസ്റ്റ്യൻ, അതേപോലെ ഷീബ സുരേഷ്, അതൊക്കെ ആയിരിക്കും ശ്രീ സുരേഷ് ബാബു. നോക്കൂ, പക്ഷേ അനന്തവും തമ്മിൽ പിന്നെ ഏതൊക്കെയോ നിലയിൽ തെറ്റിയതാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്ന് ലാലി വിൻസെന്റ് ഒരു മാധ്യമത്തിനോട് പറയുന്നത് കേട്ടിരുന്നു.
അത് പറയും സാർ മാഡം. അതെന്ന് വെച്ചാൽ നമ്മൾ വന്നത് ആനന്ദകുമാർ സാറിനെ കണ്ടിട്ടാണ്. ആദ്യഘട്ടത്തിൽ അനന്തു കൃഷ്ണൻ സംഘടനയിലില്ല. പിന്നീട് ആനന്ദകുമാർ സാറാണ് അനന്തു കൃഷ്ണനെ ഇതിൻ്റെ സെക്രട്ടറി ആയിട്ട് കൊണ്ടുവരുന്നതും ഈ ഒരു പ്രോഗ്രാം കമ്മ്യൂണിറ്റി ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതും. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഇനിഷ്യേറ്റീവ് പദ്ധതിയിലൂടെ അവർ ഉദ്ദേശിച്ച പ്രോഗ്രാംസ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്, ആനന്ദകുമാർ സാർ ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച പദ്ധതി എന്ന് പറയുന്നത് പാവപ്പെട്ട ആളുകൾക്ക്, കാരണം നമുക്കറിയാം ഇന്ത്യയിലെ പ്രമുഖരായ വലിയ കമ്പനികളൊക്കെ തന്നെ അവരുടെ സാധനങ്ങൾ വലിയ ബൾക്കായിട്ട് എടുക്കുന്ന സമയത്ത് വലിയ വില കുറച്ച് കൊടുക്കും. അപ്പോൾ ആ മാർക്കറ്റിംഗ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്, കാരണം ബൾക്ക് പർച്ചേസിൽ ലഭിക്കുന്ന മാർക്കറ്റിംഗ് ഫണ്ട്, അതേപോലെ ഡീലേഴ്സിൽ നിന്ന് കിട്ടുന്ന ഡീലേഴ്സ് കമ്മീഷൻ, അതേപോലെ തന്നെ ചെറിയ CSR ഫണ്ടുകൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 50% ആളുകൾക്ക് ഇത് കൊടുക്കാൻ കഴിയുമെന്നുള്ള ശ്രീ ആനന്ദകുമാർ സാറിൻ്റെ വാക്കുകൾ. കാരണം അതിൽ അവിശ്വസിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല സന്നദ്ധ സംഘടനകൾക്ക് സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മൾക്ക് തന്നെ അറിയാം, അദ്ദേഹം ഇതുവരെ വിതരണം ചെയ്ത ലാപ്ടോപ്പ് എന്ന് പറയുന്നത് 50,000 അപ്പോൾ 50,000 ലാപ്ടോപ്പ് HP കമ്പനിയിൽ നിന്ന് എടുത്താൽ 50% ആർക്കും കിട്ടും, നമുക്കും കിട്ടും, ആർക്കും കിട്ടും. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞതിൽ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞങ്ങൾക്ക് തോന്നി. പിന്നെ രണ്ടാമത്, അദ്ദേഹം കൊടുത്ത എല്ലാ പ്രോഗ്രാംസും അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് കമ്പനികളുമായി MOU വെച്ചുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ സംഘടനകൾ സംശയിക്കാതിരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പദ്ധതി തട്ടിപ്പായി മാറാൻ സാധ്യതയില്ല. ഞങ്ങൾ NGOസിനെ സംബന്ധിച്ചിടത്തോളം കണ്ടിരിക്കുന്ന ഒരു സാധനം, നാഷണൽ NGO കോൺഫറൻസിൻ്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് ഈ ആനന്ദകുമാർ അവതരിപ്പിച്ച ഈ പദ്ധതി ആർക്കും നടത്താൻ കഴിയുന്ന ഒരു പദ്ധതിയാണ്. പക്ഷേ അതിനെ കോർഡിനേറ്റ് ചെയ്ത അനന്തു കൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ തിരിമറി നടത്തിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. അല്ല, അപ്പോൾ ഈ ആനന്ദകൃഷ്ണനെയും അനന്തു പറ്റിച്ചു എന്നുള്ളതാണോ നിങ്ങൾ, ആനന്ദനെയും അനന്തു പറ്റിച്ചു എന്നുള്ളതാണോ നിങ്ങൾ ഇപ്പോൾ കരുതുന്നത്? ആനന്ദകുമാർ സാറിന് കാര്യങ്ങൾ അറിയാമായിരിക്കും, കാരണം അദ്ദേഹമാണ് ഇദ്ദേഹത്തെ കൊണ്ടുവന്നത്. കാരണം ആനന്ദകുമാർ സാറിന് പരിചയമില്ലാത്ത ഒരാളെ ഒരിക്കലും ആനന്ദകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആനന്ദകുമാർ സാർ കൊണ്ടുവരില്ല ഒരു സ്ഥലത്തേക്കും. കാരണം ആനന്ദകുമാർ സാറിനെ പറ്റി അറിയുന്ന ആളുകൾക്ക് അറിയാം. ഇവിടെ ഇപ്പോൾ ഈ പണം വാങ്ങി പറ്റിക്കപ്പെട്ടവരെ പോലെ ഈ കാര്യങ്ങൾ ധരിപ്പിച്ച് നിങ്ങളെയും വിശ്വസിപ്പിച്ചു, അങ്ങനെയാണോ? ഞങ്ങളത് തീർച്ചയായിട്ടും ആനന്ദകുമാർ സാറിൻ്റെ അനന്തകൃഷ്ണൻ്റെ വാക്കുകളല്ല നമ്മൾ വിശ്വസിച്ചത്, ആനന്ദകുമാർ സാറിൻ്റെ വാക്കുകളാണ് വിശ്വസിച്ചത്. കാരണം അതിൽ അവിശ്വസിക്കാൻ വഴി ഉണ്ടായിരുന്നില്ല സാർ. കാരണം നമുക്കറിയാലോ മാഡം, കാരണം നമ്മളെ ഈ ഒരു 50,000 ലാപ്ടോപ്പ് എടുക്കുമ്പോൾ ഏത് കമ്പനികൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, വേക്കൻ്റ് ആയിട്ടുള്ള മാർക്കറ്റ് സപ്പോർട്ട് കൊടുക്കാൻ കഴിയും. കാരണം അതിൻ്റെ വില കുറച്ച് കൊടുക്കാൻ കഴിയും. അതേപോലെ തന്നെ 16,000 വണ്ടി കൊടുത്താൽ 16,000 വണ്ടിയുടെ വില കുറച്ച് കൊടുക്കാൻ കഴിയും. അതേപോലെ 50,000 ടൈലറിംഗ് മെഷീൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഏകദേശം 1,00,000 ആളുകളിലേക്ക് ഇതിൻ്റെ സഹായം എത്തിക്കാൻ ഈ സമയത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവർക്ക്. അത് സത്യമാണ്, കാരണം അത് ഞങ്ങൾക്ക് കൃത്യമായ അറിവുള്ളതാണ്. 1,00,000 ആളുകളിലേക്ക് ഈ സഹായം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 1,00,000 ആൾക്കാരിലേക്ക് സഹായം എത്തിക്കുമ്പോഴുള്ള ഈ പർച്ചേസിൽ കിട്ടുന്ന ലാഭമാണ് ഇതെല്ലാം നൽകുന്നതെന്നാണ്. അതിനോടൊപ്പം ചെറിയ CSR ഫണ്ടുകളും കിട്ടുന്നുണ്ട്. കാരണം CSR ഫണ്ട് കിട്ടുന്നില്ല എന്ന് ഞങ്ങൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ചെറിയ ഫണ്ട് കിട്ടുന്നുണ്ടാവാം, കാരണം സായിഗ്രാമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ സായിഗ്രാം എന്ന് പറയുന്നത് CSR ഫണ്ട് വാങ്ങുന്ന ഏറ്റവും വലിയ ഏജൻസിയാണ് കേരളത്തിലെ. കാരണം ഇന്ത്യയിൽ തന്നെ നാലാമത്തെ NGO ആണ്, ഏറ്റവും വലിയ 4ാമത്തെ NGO ആണ്, കേരളത്തിലെ ഏറ്റവും വലിയ 1ാമത്തെ NGO ആണ്. അപ്പം നമ്മളതിൽ അവിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെല്ലാ സംഘടനകളും, കാരണം നമുക്കറിയാം സമൂഹത്തിൽ നന്നായി വർക്ക് ചെയ്യുന്ന സംഘടനകളാണ്, അവരെല്ലാം തന്നെ ഇന്ന് വളരെയധികം പ്രയാസത്തിലാണ്. കാരണം ഈ ഒരു പ്രശ്നത്തിൽ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും മനസ്സിലായി. ഞാൻ അങ്ങേലേക്ക് മടങ്ങി വരാം. വസീഫ്, ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം പുറത്തു വരുന്നു, സ്വാഭാവികമായും പണം നഷ്ടപ്പെട്ടവർ സാധാരണക്കാരായ ആളുകളാണ്. അപ്പോൾ അവരുടെ വികാരത്തിനൊപ്പം നിൽക്കുക എന്നുള്ളത് ആ സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. അവിടെയാണ് ലാലി വിൻസെന്റിന്റെ നിലപാടിൽ ഒരു സംശയം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവർ അഭിഭാഷകയായിരിക്കാം, ആ സ്ഥാപനത്തിന്റെ ലീഗൽ അഡ്വൈസർ ആയിരിക്കാം, അനന്തുവിന്റെ അഭിഭാഷകയായിരിക്കാം, പക്ഷേ ഇതിനൊക്കെ അപ്പുറം അവർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾ കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ വലിയൊരു തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പരസ്യമായി പ്രതികരിക്കുമ്പോഴും അനന്തുവിനെ ന്യായീകരിക്കുന്ന ഒരു നിലയിലേക്ക് ലാലി വിൻസെന്റ് ഇങ്ങനെ ചുരുങ്ങുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണല്ലോ സംശയമായി നിൽക്കുന്നത് വസീഫ്. അതാണ് ഇപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞതിലെ ഒരു നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം. കാരണം കോൺഗ്രസിനെ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു അഭിഭാഷക, അവർ ഇപ്പോൾ സിംഹനോട് അശോക ഫ്ലാറ്റിൻ്റെ സെക്രട്ടറിയോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹമാണ് ഇവിടെ പറഞ്ഞത്. ഞാൻ ആദ്യം എനിക്ക് കിട്ടിയ അവസരത്തിൽ ഞാൻ അങ്ങനെ ആ രീതിയിലേക്കൊന്നും പറഞ്ഞു പോയിട്ടില്ല. അദ്ദേഹം ഇവിടെ വളരെ കാര്യഗൗരവമുള്ള അവതരണമാണ് നടത്തിയത്.
അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും അവരുടെ ഈ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളിൽ അദ്ദേഹത്തെ ബന്ധപ്പെടുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ ലാലിയാണ്. അവരാണ് പരിചയപ്പെടുത്തുന്നത്, അവരാണ് വാഹനം അവിടെ തടയപ്പെട്ടപ്പോൾ ഇടപെടുന്നത്. ഒരു വക്കീലിന് അങ്ങനെയൊക്കെ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കേണ്ട ആവശ്യമുണ്ടോ? പ്രത്യേകിച്ച് ഇങ്ങനെ നാട്ടിലാകെ ആക്ഷേപം നിലനിൽക്കുന്ന സമയത്ത് 2000-ഓളം പരാതിയാണ് കണ്ണൂരിൽ മാത്രം വരുന്നത്. ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ സംശയം ഈ കാര്യത്തിൽ ഉണ്ടാകും. അത് കോൺഗ്രസ് പാർട്ടി ആ സംശയത്തിന് ദൂരീകരണം ഉണ്ടാക്കേണ്ടതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഫോട്ടോ എടുക്കുക എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന പ്രത്യേകിച്ച് തട്ടിപ്പുകാരൊക്കെ ആണെങ്കിൽ ആരുടെ കൂടെയും ഫോട്ടോ എടുക്കാനും അതിനു വേണ്ടിയുള്ള ഇടപാടുകളും ചിലപ്പോൾ ഒരു സദസ്സിനിടയിൽ കയറി വരികയും ഒക്കെ ചെയ്ത് എന്ന് വരും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഒരു വളരെ ക്ലോസ് റിലേഷൻഷിപ്പ് ഇവർ തമ്മിലുണ്ട്, ഇവരുടെ എല്ലാ ഇടപാടുകളിലും അവർക്ക് പങ്കുണ്ട് എന്നുള്ള തരത്തിലുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് രാജസിംഹൻ, അദ്ദേഹം ഒരു വക്കീലാണല്ലോ, അങ്ങനെ വെറുതെ വന്ന് ഒരു ചാനലിൽ വന്ന് പറയേണ്ട ആവശ്യം അദ്ദേഹത്തിന് ഇല്ലല്ലോ. എത്ര ക്ലാരിറ്റിയോട് കൂടി അദ്ദേഹം ഓരോ വാചകങ്ങളും ഓർമ്മിച്ച് ഇവിടെ പറഞ്ഞത്. വളരെയധികം നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ട വാദങ്ങളാണത്. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡോക്ടർ പി സരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, ഞാനിപ്പോൾ അതൊന്നുകൂടി നോക്കുകയായിരുന്നു. പെരിന്തൽമണ്ണയിലെ നിലനിൽക്കുന്ന ആക്ഷേപങ്ങൾ, അതും ഈ എൻ രാധാകൃഷ്ണൻ്റെ ഇടപാടുകൾ, ഇത് സാധാരണ ഉള്ളതുപോലെയല്ല. ഇതിൽ ഒരു സമഗ്ര അന്വേഷണം നിർബന്ധമാണ്, അതിൽ തർക്കവും വേണ്ട. ഇത് സംശയത്തിലുണ്ട്. കാരണം ഇവരൊക്കെ ഇടപെട്ടുകൊണ്ടാണ് ഇതിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടാക്കിയത്. ഇങ്ങനെ ആളുകളുടെ ഒരു ഉപഭോക്താക്കളുടെ ലിസ്റ്റ് ഉണ്ടാക്കി അവരിൽ നിന്ന് പണം വാങ്ങി നേരിട്ട് ഈ സംഗതിയുമായി കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ ഇടപെടുന്ന ഈ സംഘടനകളുടെ ഈ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തതയും കൃത്യതയും ഒക്കെ വരുത്തേണ്ടതുണ്ട്. ജനങ്ങളെ ഇങ്ങനെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ജനങ്ങളും കുറച്ച് ആ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നിയമ സംവിധാനവും വളരെ കൃത്യമായി ഇടപെടേണ്ടതുണ്ട്. ആളുകളെ ഇതുപോലെ പറ്റിക്കുന്ന, പച്ചക്ക് കബളിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ഇടപാടുകളെയൊക്കെ വളരെ സംശയത്തോടു കൂടി നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്ന ഒരു രഹസ്യ വിവരത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ, അതോടൊപ്പം ചെറിയ പരാതികളുടെയൊക്കെ പല ഭാഗങ്ങളിലും വന്നൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഒരു സമഗ്ര അന്വേഷണത്തിൻ്റെ ഒരു വലിയ ഒരു നീക്കം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്, പോലീസ് വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം ചെന്നെത്തുന്നത്. ഈ അന്വേഷണം ശരിയായ രീതിയിൽ പോകുന്നത്. ഈ അന്വേഷണം വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണം. ആരുണ്ടെങ്കിലും, ആരാണോ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഈ സംവിധാനത്തെ കൊണ്ടുപോയത്, ആരാണോ ജനങ്ങളെ കബളിപ്പിക്കാൻ നേതൃത്വം കൊടുത്തത്, അവരെല്ലാം നിയമത്തിന് മുമ്പിൽ വരേണ്ടതുണ്ട്. അവരെല്ലാം ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. അതിൽ നിന്നൊന്നും ആർക്കും ഒളിച്ചു പോകാൻ പറ്റില്ല. ഇതിൽ പങ്കുണ്ടെങ്കിൽ ആ പങ്കുള്ളവരെല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഉപ്പ് തിന്നവർ വെള്ളം കുടിച്ചേ പറ്റൂ. നോക്കൂ, ഇങ്ങനെ ഒരു ആരോപണത്തിന് നിഴലിലേക്ക് എന്തായാലും ലാലി വിൻസെന്റ് വരുന്നുണ്ട്. അപ്പോൾ അവർ സംസ്ഥാന വ്യാപകമായി അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവ് കൂടിയാണ്. ഇപ്പോൾ വസന്ത് പറഞ്ഞതുപോലെ അങ്ങനെ അന്വേഷണം നടക്കട്ടെ, എല്ലാവരും പുറത്തു വരട്ടെ, നിങ്ങളും അതിനെ പിന്തുണയ്ക്കൂ എന്നൊക്കെയാണ് നിലപാടെങ്കിൽ, ഇതിനോടകം ലാലി വിൻസെന്റിനോട് വിശദീകരണം തേടിയിട്ടുണ്ടോ കോൺഗ്രസ്? അങ്ങനെ ലാലി വിൻസെന്റിന്റെ വിശദീകരണത്തിൽ തൃപ്തി വന്നിട്ടുണ്ടോ പാർട്ടിക്ക്? അല്ല, വസീഫ് ഇപ്പൊ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് രഹസ്യ വിവരം അറിഞ്ഞ് അതിന്റെ പുറത്തെടുത്ത നടപടി പുറത്താണ്. അല്ല വസീഫെ, ഈ കേസിൽ മൂവാറ്റുപുഴ, ഞാൻ നേരത്തെ പറഞ്ഞെങ്കിൽ പോലും മൂവാറ്റുപുഴ SHO പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു ഊമക്കത്ത് വന്നിരുന്നു വസന്ത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം ഇത് അന്വേഷിച്ചു തുടങ്ങുന്നത്. അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഊമക്കത്തൊക്കെ വന്ന് എത്രയോ കാലം കഴിഞ്ഞാണ് SHO അറസ്റ്റ് ചെയ്തത്. ഇന്ന് കണ്ണൂരിൽ നിങ്ങളെ പോലീസിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഉപഭോക്താക്കൾ. എന്ത്, നിങ്ങളെ പോലീസ് FIR ഇട്ട് കൊടുക്കുന്നില്ല, അന്വേഷിക്കാൻ ഒരു 420 വകുപ്പിട്ട് FIR ഇട്ട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് പോലീസിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ എല്ലാവരും ജാഗ്രത പാലിക്കണം. അപ്പോ മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കൊപ്പം ലാലി വിൻസെന്റ് അല്ലല്ലോ പോയത്. ഈ പറയുന്ന അനന്തകുമാർ ആണല്ലോ, അല്ലെങ്കിൽ അനന്തു ആണല്ലോ പങ്കെടുക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്തും ജാഗ്രത വേണം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ ലാലി വിൻസെന്റ് ഒരു അഭിഭാഷകയാണ്. അവരുടെ ക്ലയന്റുമായി ബന്ധപ്പെട്ട് ആ ക്ലയന്റ് അവർക്ക് കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷന്റെ പുറത്ത് അവർ ആക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആക്ട് ചെയ്യുന്നതിൻ്റെ അകത്ത് അവർ ഉറച്ചു നിൽക്കുകയാണ്. അവരതിൽ വിശ്വാസത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഇപ്പോ നേരത്തെ ശ്രീ വസീഫും അസിതയും പറഞ്ഞ പ്രകാരം അവരെ പ്രതി ചേർത്ത ശേഷവും അവർക്ക് അവരുടെ ക്ലയന്റിനെ വിശ്വാസമാണെങ്കിൽ, അല്ലെങ്കിൽ ആ ക്ലയന്റിന് വേണ്ടി അപ്പിയർ ചെയ്യാൻ അവർ തീരുമാനിച്ചാൽ
ആർക്കെങ്കിലും കയ്യിൽ പിടിച്ച് പറ്റില്ല എന്ന് പറയാൻ അല്ല അതാണ് ഞാൻ ആവർത്തിക്കുന്നത്. അഭിഭാഷകൻ എന്ന നിലയിൽ മാത്രമല്ലല്ലോ ലാലി വിൻസെന്റിന്റെ ഇടപെടലിനെ നമ്മൾ കാണേണ്ടത് എന്നുള്ളതാണ്. ആ ക്ലയന്റിനോടുള്ള വിശ്വാസ്യത എന്തുകൊണ്ട് ഈ പരാതിക്കാരായ ജനങ്ങളോട് ഇല്ല എന്നുള്ളതാണ് വസന്ത. ഇനി പോട്ടെ, അക്കാര്യത്തിൽ പാർട്ടിക്ക് വിശ്വാസം വന്നിട്ടുണ്ടോ? അത് പറയൂ. കോൺഗ്രസിന് വിശ്വാസം വന്നിട്ടുണ്ടോ ലാലി വിൻസെന്റിന്റെ ഇടപെടലിൽ? നോക്കൂ, ഈ പരാതിക്കാരിൽ ചിലർ എന്റെ ക്ലയൻസ് ആണ്. അവർ CMB ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞ എന്റെ അടുത്തുണ്ട്. അപ്പൊ എന്റെ ക്ലയൻസ് പരാതിക്കാരാണെങ്കിൽ അവരുടെ ക്ലയന്റ് മറ്റൊരു ഭാഗമാണ്. അപ്പൊ അവർക്ക് പരാതിക്കാരെയും പ്രതിയും ഒരുമിച്ച് ക്ലയന്റ് ആക്കാൻ പറ്റുമോ? പറ്റില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് ഇതാണ്. ഇത് സംസ്ഥാന വ്യാപകമായി നടന്ന, നിങ്ങൾ ഈ പറഞ്ഞ 1000 കോടിയൊന്നുമില്ല, സംസ്ഥാന വ്യാപകമായി നടന്ന മിനിമം ഒരു 5000 കോടി രൂപയുടെ തട്ടിപ്പാണ്. ആ തട്ടിപ്പിന് അയാൾ ഉപയോഗിച്ച, ഞാൻ ഇപ്പൊ നേരത്തെ മുഖ്യമന്ത്രിയുടെ ജാഗ്രത വേണം എന്ന് പറഞ്ഞെങ്കിൽ പോലും ആ തട്ടിപ്പിന് അവർ പലരുടെ മുഖങ്ങൾ ഉപയോഗിച്ചു. നരേന്ദ്രമോദിക്ക് ഇപ്പോൾ ഉള്ള ചിത്രം വ്യാപകമായി പ്രചരിപ്പിച്ചു. സംശയം ശരിയാണ്, അവർ അതൊക്കെ ചിത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ, വസന്തും ഈ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു അഭിഭാഷകനാണ്, വസന്തിന്റെ ഒരു ക്ലയന്റ് ആണ്. ലാലി വിൻസെന്റ് തന്നെ പറയുന്നുണ്ട്, വർഷങ്ങളായി അടുത്ത പരിചയമാണ്, ബന്ധമാണ്, ഫ്ളാറ്റിൽ പോകാറുണ്ട്. ഇപ്പോൾ ശ്രീ രാജസിംഹൻ പറഞ്ഞതുപോലെ ആ കേസ് വരുന്ന സമയത്ത് ഫ്ളാറ്റ് ഒഴിയാൻ വിളിച്ചു പറയുന്നത് ലാലി വിൻസെന്റ് ആണ്. അപ്പോൾ അത്രയും പേഴ്സണൽ ബന്ധമുണ്ട്. അങ്ങനെയുള്ള ഒരാളുടെ ഇടപെടലുകൾ സ്വാഭാവികമായി നമുക്ക് അറിയില്ലേ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സംശയം തോന്നില്ലേ? ഇത്ര വലിയൊരു തട്ടിപ്പല്ലേ നടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ തട്ടിപ്പിന് പരാതി വന്നതിന് ശേഷം എത്രയോ എന്റെ നാട്ടിലെ MLA ഉദ്ഘാടനം ചെയ്യുന്നത്, ആ ദേശാഭിമാനി അടക്കം വാർത്ത വന്നതിന് ശേഷമാണ് ഇവിടുത്തെ പരിപാടി ഉദ്ഘാടനത്തിന് വരുന്നത്. അപ്പോൾ അങ്ങനെ പരാതികൾ വരുന്നു. അപ്പോൾ പരാതികൾ വരുന്നു ശരിയാണ്. പക്ഷെ ഇപ്പോൾ വസന്ത് പറഞ്ഞതുപോലെ MLA ഉദ്ഘാടനം ചെയ്യുന്നതും ഏറ്റവും അടുത്ത് സൂക്ഷിക്കുന്ന വ്യക്തിബന്ധവും രണ്ടല്ലേ വസന്ത്? ആ വ്യക്തിബന്ധത്തിന്റെ പുറത്ത് അവർക്ക് ആ വിവരങ്ങൾ അറിയാൻ കഴിയില്ല എന്നുള്ളതാണ് ചോദിക്കുന്നത്. അസിത, വ്യക്തിബന്ധം ഒരുപക്ഷെ ആരോപണങ്ങൾ വന്നാലും ആ വ്യക്തിബന്ധങ്ങൾ കുറച്ചുകൂടിയൊക്കെ നീണ്ടുപോകും. പക്ഷെ ഒരാളെ ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ അയാൾ വിജിലന്റ് ആവണ്ടേ? ഇതിനു മുമ്പ് ഒരു പരാതി ഉണ്ട് എന്നത് നിങ്ങളുടെ പത്രമായ ദേശാഭിമാനിയിൽ അടിച്ചു വന്നതിന് ശേഷവും പലയിടത്തും LDF MLA മാർ വേദി പങ്കിട്ട് അനന്തു ഒരു മിടുക്കനാണ്, നല്ല ചെറുപ്പക്കാരനാണ് എന്ന് പറഞ്ഞ് കൂടുതൽ ആൾക്കാരെ ആ പദ്ധതിയിലേക്ക് ചേർക്കുകയും ചെയ്യാൻ സ്വയം വിമർശനമായി ഏറ്റെടുക്കണ്ടേ? ഇങ്ങനെ പരാതികൾ വന്നിട്ടും എന്റെ മകനാണെന്ന് ലാലി വിൻസെന്റിന്റെ പോലെ പൊതുപ്രവർത്തക കൂടി പറയുകയാണല്ലോ. ഞങ്ങൾ ഏറ്റെടുത്തു. ഞാൻ പറയുന്നത് ശ്രീമതി ലാലി വിൻസെന്റ്, അവരുമായി ഞാൻ സംസാരിച്ചിരുന്നു. ഇപ്പൊ ഈ ഫ്ലാറ്റിന്റെ സെക്രട്ടറിയോട് ചോദിച്ച ചില കാര്യങ്ങളിൽ ലീഗലി ശരിയല്ലേ? കാര്യം ആ വണ്ടി അറ്റാച്ച് ചെയ്യുകയോ ആ വണ്ടിയുമായി ബന്ധപ്പെട്ട് പോലീസ് അത് കണ്ടെത്തുകയോ ചെയ്തിട്ടില്ല. അപ്പൊ ആ വണ്ടി മൂവ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അല്ലെങ്കിൽ അവരുടെ ഫ്ലാറ്റ് അതുമായി ബന്ധപ്പെട്ട് അത് ആ സമയത്ത് പോലീസ് അറ്റാച്ച് ചെയ്തിട്ടില്ല, പോലീസ് അവിടെ സെർച്ച് ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾ ലാലി വിൻസെന്റിന്റെ ക്ലയന്റിനെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ലാലി വിൻസെന്റിനെ ന്യായീകരിക്കാനോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ നേതാക്കളും ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ട്, CPM-ന്റെ നേതാക്കൾ പോയിട്ടുണ്ട്, എന്താണ് നമ്മുടെ കേരള കോൺഗ്രസിന്റെ നേതാക്കൾ പോയിട്ടുണ്ട്. കോൺഗ്രസ് ഇതുവരെ ലാലി വിൻസെന്റിൽ നിന്ന് ഔദ്യോഗികമായ ഒരു വിശദീകരണം തേടിയിട്ടില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിക്കോട്ടെ. എങ്കിൽ വസന്ത് ആദ്യം തന്നെ അത് പറയുമായിരുന്നല്ലോ. അല്ല, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? നിലവിൽ ഞങ്ങളുടെ ഇന്നാണ് ഈ സംഭവം ഇത്രയേറെ ലൈം ലൈറ്റിലേക്ക് വരുന്നതും നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുന്നതും. വരും ദിവസങ്ങളിൽ വിശദീകരണം ചോദിക്കുന്നതിൽ ഒരു സംശയം വേണ്ട. സംഘടനയ്ക്ക് അവബോധിപ്പിക്കുന്ന രീതിയിൽ ആര് പ്രവർത്തിച്ചാലും അവരുടെ അടുത്തുനിന്ന് വിശദീകരണം ചോദിക്കുകയും അത് അവർ ബോധപൂർവം ചെയ്താണെങ്കിൽ നടപടി ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ ഒരാളുടെ പ്രൊഫഷനെ അവർ ലീഗലി ആണെങ്കിൽ, ഇല്ലീഗൽ അല്ലാതെ അവരൊരു പ്രൊഫഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഈ നോട്ടറൈസ്ഡ് ആയിട്ടുള്ള എഗ്രിമെന്റ് പല സ്ഥലത്തും മേടിക്കുമ്പോൾ അവിടെ കാഴ്ചക്കാരും സാക്ഷികളുമായി നിന്നത് LDF MLA മാരുണ്ട്, BJP നേതൃത്വമുണ്ട്. ഈ AN രാധാകൃഷ്ണന്റെ സൊസൈറ്റിയിലൂടെ എത്രയോ പണം അവിടേക്ക് വന്നു. AN രാധാകൃഷ്ണന്റെ പടം വെച്ച് ഈ എറണാകുളം മുഴുവൻ ഇവനും ഇവൻ എന്ന് ഉദ്ദേശിക്കുന്ന അനന്തുവും AN രാധാകൃഷ്ണനും ഒരുമിച്ചുള്ള ചിത്രം ഫ്ലെക്സുകൾ അടക്കം അടിച്ചു വെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കുള്ള പടം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത് നമ്മളിതാ മുമ്പോട്ട് പോവുകയാണ് എന്ന് അനന്തു ഷെയർ ചെയ്തിട്ടുണ്ട്. സായിഗ്രാം പോലെ നേരത്തെ ശരിയാണ് വസന്ത്. മുഖ്യമന്ത്രിയുടെ ഒപ്പമുള്ള ചിത്രം, പ്രധാനമന്ത്രിയുടെ ഒപ്പമുള്ള ചിത്രം, എല്ലാവരുടെ ഒപ്പമുള്ള ചിത്രം ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന നിരവധി മനുഷ്യരുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെയൊക്കെ പശ്ചാത്തലം തിരിഞ്ഞു പോകുക എന്നുള്ളത് സാധാരണ നിലയിൽ നടക്കുന്ന കാര്യമല്ല, അത് നടക്കാൻ സാധ്യത പോലും ഇല്ലാത്തതുമാണ്. പക്ഷേ വ്യക്തിപരമായി നിരന്തരം ഇടപെടുന്ന ഒരാൾ ഈ തട്ടിപ്പിന്റെ ഒരു വിവരങ്ങളും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഈ ഘട്ടത്തിലും ഇങ്ങനെ ന്യായീകരിച്ചാൽ അതിലൊരു അസ്വാഭാവികത ഇല്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിക്കാൻ ശ്രമിച്ചത്. ശ്രീ രാജസിംഹൻ, ഈ ഘട്ടത്തിലും ലാലി വിൻസെന്റ് അതിനെ ന്യായീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് സ്വാഭാവികമായ സംശയം ഉണ്ടാക്കുന്നത്. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ, ലീഗൽ അഡ്വൈസർ എന്ന നിലയിൽ അതിന്റെ ഉത്തരവാദിത്തം അവർക്കുള്ളപ്പോൾ പോലും അവർ ഒരു പൊതുപ്രവർത്തക കൂടിയാണ്. ഇപ്പോഴും അനന്തുവിന് വേണ്ടി അവരെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അതിന്റെ ഘടകങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി അശോക ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് നടന്ന ഇടപാടുകളിൽ വ്യക്തമാകുന്നുണ്ടോ?
അല്ല, അശോക ഫ്ലാറ്റിൽ അവർ താമസിച്ചിരുന്നതിനെക്കുറിച്ച് ഞങ്ങളുടെ ഉണ്ടായിരുന്ന ഡേറ്റ, CCTV ദൃശ്യങ്ങൾ, ഫയൽ കടത്തിക്കൊണ്ടു പോകുന്നത്, ഫ്ലാറ്റിൻ്റെ കീ ഏൽപ്പിക്കാൻ വേണ്ടി ഈ പറയുന്ന അഡ്വക്കേറ്റ് ലാലി വിൽസൻ്റെ അവരുടെ ഡോട്ടർ ലോയെ അയക്കുന്നത്, വി ഹാവ് ദി എവിഡൻസസ്. അതെല്ലാം വി ഹാവ് ഓൾറെഡി ഹാൻഡഡ് ഓവർ ടു ദ പോലീസ്. ഇൻവെസ്റ്റിഗേഷൻ ഇസ് സ്റ്റിൽ ഗോയിങ് ഓൺ. ഈ ഫ്ലാറ്റിലേക്ക് ഞാനൊരു അഭിഭാഷകൻ എന്ന നിലയിൽ ചില കാര്യങ്ങൾ പറയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് മാത്രം ഞാൻ ആ വിവരങ്ങൾ കൂടി ഇതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. ഇന്ന് കരുവാറ്റ പഞ്ചായത്തിൽ നിന്നും അവിടുത്തെ ആലപ്പുഴ ജില്ലയിലെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ അഡ്വക്കേറ്റ് അനസലി എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അവിടെ 300ഓളം ആളുകളെയാണ് കരുവാറ്റ പഞ്ചായത്തിൽ ഇവിടെ തട്ടിപ്പിന് വിധേയമായി പറ്റിക്കപ്പെട്ടിട്ടുള്ളത്. ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങളാണെന്ന് അറിഞ്ഞതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ടായിരിക്കും കൂടെ ഈ വിവരങ്ങൾ എനിക്കൊന്ന് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മോഡസ് ഓപ്പറാൻഡി എന്താണെന്ന് ഞാൻ അദ്ദേഹത്തോട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നത്, കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഞ്ചായത്തുകളിലും വില്ലേജുകളിലും നിറഞ്ഞു നിന്ന വ്യാപിച്ച, കേരളം ഇന്നുവരെ കാണാത്ത ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പറ്റിക്കൽ, ഒരു തട്ടിപ്പാണ്, ഒരു സ്കാമാണ് ഈ പറയുന്ന CSR ഫണ്ട് സ്കാമിലൂടെ നടത്തിയിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ പ്രവർത്തനം പോലെ ആയിരുന്നു അതിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മോഡസ് ഓപ്പറാൻഡി സ്കീമിങ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ഗ്രാമത്തിലും ഏത് പഞ്ചായത്തിലും പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ് എന്നിവ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും. മറ്റുള്ളവരുടെ പരാതികൾ സ്വീകരിക്കുക, പരാതിയുമായി റെപ്രസെൻ്റ് ചെയ്ത് പോവുക. അപ്പോൾ അത് കഴിയുന്നതും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളായിരിക്കും, പ്രതിനിധികളുടെ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ളവർ കുഞ്ഞു കുഞ്ഞു സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളാകും. ഇവരെ കയ്യിലെടുത്തുകൊണ്ടായിരുന്നു ഈ സ്കീമിൻ്റെ പ്രവർത്തനം. അപ്പോൾ ഇതിനു മുമ്പ് വളരെ വലിയ രീതിയിൽ ഒരു വെൽ സ്റ്റഡീഡായിട്ട് എങ്ങനെയാണ് ഇതിവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുക, സോ ദാറ്റ് ഇറ്റ് വിൽ ബിക്കമിങ് സോ ഇൻ്റർവ്യൂവൻ. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ആളുകളെയും മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം എല്ലാത്തിലും പൊട്ട എല്ലാവരുടെയും അണികൾ ഇതിൽ പെട്ടുപോകുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക. ഇവരെന്നിട്ട് ചെയ്തിരുന്ന മറ്റൊരു പ്രവർത്തനം, ഈ ആളുകളെയെല്ലാം ഇതിൻ്റെ മാർക്കറ്റിംഗ് ഏജൻസായി, അതായത് ആളുകളെ ഇതിലേക്ക് മെമ്പേഴ്സാക്കി മാറ്റുന്ന ഇവരുടെ സ്റ്റാഫാക്കി അവരെ മാറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചായത്തിലും വില്ലേജുകളിലും ഓഫീസുകളിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളുമായി പ്രതിനിധീകരിക്കാൻ പോകുന്ന ആളുകൾ, ചിലപ്പോൾ അവർ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു ചെറിയ നേതാവായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയായിരിക്കാം, ഏതെങ്കിലുമൊക്കെ പോസ്റ്റിലിരിക്കുന്ന ആളുകളായിരിക്കാം. ഇവരെല്ലാം ഇവരുടെ സ്ഥാപനത്തിൻ്റെ ആളുകളായി നിയമിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ആ വരുന്ന ആളുകൾക്ക് ഇവരിൽ വിശ്വാസമാണ്. കാരണം അവരുടെ ഓരോ പ്രശ്നവും പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലും ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകളാണ്. മാത്രമല്ല, പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ അവരുടെ മുൻപിൽ വെച്ച് തന്നെ ഈ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റ് വരികയും ഉടനടി മെമ്പർഷിപ്പ് എടുത്ത ആളുടെ മൊബൈൽ ഫോണിലേക്ക് മെസ്സേജ് പോകുന്നു. പേയ്മെൻറ്റ് അടച്ച ഉടനെ മെസ്സേജ് പോവുകയാണ്. മാത്രമല്ല, ആ മെസ്സേജിൽ ഒരു ലിങ്ക് ഷെയർ ചെയ്യുന്നു. ആ ലിങ്കിൽ ഓപ്പൺ ചെയ്യുന്നതോടുകൂടി തന്നെ അവർക്ക് നേരിട്ട് അവർക്ക് ഇവരുടെ ഇദ്ദേഹത്തിൻ്റെ പ്രതിയുടെ ഈ കമ്പനിയുടെ അതിലേക്ക് ഓപ്പൺ ചെയ്ത് കയറാനും അവിടെ പേയ്മെൻ്റ് അടച്ച ആളെന്ന നിലയിൽ അപേക്ഷിച്ച ആളുടെ പേരും ഡീറ്റെയിൽസും കാണാനും പറ്റുന്നു. ഇത്ര രീതിയിലായിരുന്നു വിശ്വാസം വളർത്തിയെടുത്തത്. ഇങ്ങനെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് 20 FIR ആണ് മൊത്തം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കണ്ണൂരിൽ 2000 പേരുടെ പരാതിയിലെടുത്ത FIR വന്നു. അവിടെ മുഴുവൻ 2000 ആളുകളാണ് പരാതി, ബാക്കി FIR വന്നുകൊണ്ടിരിക്കുന്നു. അതിലാണ് 7ാം പ്രതിയായി. ബാക്കി ഒരുപാട് പേരുണ്ട്. ഞാൻ എൻ്റെ കൈവശമുണ്ട്. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെയും മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെയും FIR ഉണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഒരു അഭിഭാഷകൻ എന്ന നിലയിലാണ്. ഒരു കാര്യം ഇതിൽ ഈ ഒരു ചർച്ചയിലൂടെ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. ഒരു അഭിഭാഷകനുള്ള ലൈസൻസ് കുറ്റകൃത്യത്തിൽ പങ്കെടുക്കാനുള്ളതല്ല. കുറ്റവാളി കുറ്റകൃത്യത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ലീഗൽ അഡ്വൈസിന് വേണ്ടി നടന്നു കയറാവുന്ന ഒരു ഓഫീസാണ് വക്കീൽ ഓഫീസ്. പക്ഷേ കുറ്റകൃത്യത്തിന് വേണ്ടി നടന്നിറങ്ങി എല്ലാ ദിവസവും പോയിട്ട് തിരിച്ചു വന്ന് കയറാനുള്ള ഒരു സ്ഥലമായി വക്കീൽ ഓഫീസ് മാറുന്നുവെങ്കിൽ അതിനെ ലീഗൽ അഡ്വൈസ് എന്നല്ല പറയുന്നത്. തട്ടിപ്പിന് വേണ്ടി തട്ടിപ്പുകാരന് കൊടുക്കുന്ന ഉപദേശത്തിന് പറയുന്ന പേരല്ല ലീഗൽ അഡ്വൈസ്. അതിന്റെ പേര് കുറ്റകൃത്യമെന്നും അതിനിരിക്കേണ്ട സ്ഥലം കാരാഗ്രഹവുമാണ്. അതിന് പ്രൊഫഷണൽ മിസ്കോണ്ടക്ട് എന്ന് പറയും. ഈ കേരള ബാർ കൗൺസിൽ പല കരാറുകളും ഉണ്ടാക്കി നൽകിയത് ഞാനാണ് എന്ന് ലാലി വിൽസൺ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കരാറുകൾ ഉണ്ടാക്കി നൽകുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള ഡീറ്റെയിൽസ് അത് അന്വേഷിക്കാതെയും അറിയാതെയുമാണോ ഒരു ലീഗൽ അഡ്വൈസർ ഒരു ക്ലയന്റിന് ഇതൊക്കെ തയ്യാറാക്കി നൽകുക? അതിലൊരു ക്രോണോളജിക്കൽ ഇഷ്യൂ ഉണ്ട്. അതായത് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ കോൺട്രാക്ട് എഴുതുന്ന സമയത്ത് ഈ പ്രശ്നമില്ല. പ്രശ്നമുണ്ടാകുന്നത് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഉണ്ടാകുന്ന സമയത്താണ്. ആ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഉണ്ടാക്കുന്ന സമയത്ത് അത് മുൻകൂട്ടി കബഡി നിരത്തി ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഉണ്ടായത് എപ്പോഴാണ് ഉണ്ടായത്? ഈ FIR ആദ്യമായി മൂവാറ്റുപുഴ SHOയുടെ മുമ്പിൽ വരുമ്പോഴാണ്. അതിനുശേഷം ലാലി വിൻസെന്റ് ആർക്കും ഈ അഗ്രിമെന്റ് ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഞാൻ വരാം വസന്ത, പറയൂ ശ്രീരാജസിംഹൻ പൂർത്തിയാക്കൂ.
യെസ്, നോക്കൂ, ഒരു അഡ്വക്കേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ പെടുന്ന ഒരു കാര്യമാണ്, ഉൾപ്പെടുന്ന ഒരു വ്യക്തമായ ഒരു ഉത്തരവാദിത്തമാണ് സെറ്റിംഗ് ഓഫ് പ്ലീഡിങ്സ്. ചുരുക്കി പറഞ്ഞാൽ എ ലോയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്ലീഡിങ്സ്. എഗ്രിമെൻ്റ് തയ്യാറാക്കുന്നു. ഈ സ്ഥാപനത്തിന് CSR ഫണ്ട് എന്നൊരു സാധനം കിട്ടിയിട്ടേയില്ല. ട്രൂത്ത് ഈസ് 3 times away. ഇറ്റ് ഈസ് 3 times away ഫ്രം വാട്ട് ദേ ആർ സേയിങ്. ഇതറിയാവുന്ന ഒരാൾ അതിൻ്റെ ലീഗൽ അഡ്വൈസർ എന്ന് പറയുന്ന ഈ മാഡം തന്നെ ആയിരിക്കണം. ലാലി വിൽസൻ്റെ വേറെ ആരും ആയിക്കോട്ടെ. ഈ സ്ഥാപനത്തിൻ്റെ ലീഗൽ അഡ്വൈസറായ ഒരാൾ എന്ന് പറയുമ്പോൾ അവർക്കിതറിയാമായിരുന്നു ഇതൊരു തട്ടിപ്പുണ്ട്. ഈ തട്ടിപ്പാണെന്നറിയാം. ആ പ്ലീഡിങ്സിൽ എഗ്രിമെൻറ്റിൽ എന്താ എഴുതുന്നത്? CSR ഫണ്ട് വഴി ലഭിച്ച പണം ഇവർക്ക് ഇത്തരത്തിൽ കൊടുക്കുന്നു, ആളുകൾക്ക് സഹായം നൽകുന്നു. അപ്പോൾ എഴുതിയിരിക്കുന്ന കാര്യം തെറ്റല്ലേ? 2, എല്ലാ എഗ്രിമെൻറ്റും ഞാനാണ് തയ്യാറാക്കിയതെന്ന് ഒരു സ്ഥാപനത്തിൻ്റെ അഭിഭാഷകൻ പറയുകയാണ്. അപ്പോൾ ആരുടെ മുമ്പിൽ ചൊപ്പിട്ടു? ആരാ നോട്ടറൈസ് ചെയ്തത്? അപ്പോൾ ഈ പരാതിക്കാരെല്ലാം ഈ പറയുന്ന അഡ്വക്കേറ്റിൻ്റെ മുമ്പിൽ പോയി ആ അഡ്വക്കേറ്റിൻ്റെ മുൻപിൽ ഇരുന്നാണ് നോട്ടറൈസ് ചെയ്ത് ഒപ്പിടുന്നത്. ഞാനത് പറയാൻ കാരണം അഭിഭാഷക സ്വയം അവകാശപ്പെടുകയാണ്, ഞാനാണ് ഇതിൻ്റെ എല്ലാ കരാറുകളും എഴുതിയത്. അപ്പോൾ കരാർ എഴുതി ഒപ്പിട്ടത് ആരുടെ മുമ്പിൽ വെച്ചാൽ? അപ്പോൾ ഈ അഡ്വക്കേറ്റിനെ കാണണം. അഡ്വക്കേറ്റിനെ കാണാതെ ഈ പരാതിക്കാരായ ആളുകൾ പറയുന്നു, ഞങ്ങൾ പറയുകയാണെന്ന് കരുതുക ഒരു സിറ്റുവേഷൻ, ഞങ്ങൾ ഈ അഡ്വക്കേറ്റിനെ കണ്ടിട്ടില്ല. അപ്പോൾ കാണാത്ത ആളിൻ്റെ കണ്ടു എന്ന് പറഞ്ഞ് ഒപ്പിട്ടത് കുറ്റകൃത്യമല്ലേ? മറ്റൊന്ന്, ഈ ആളുകളോടെല്ലാം ഇതിന് ഇപ്രകാരം ഒരു എന്താ പറയാനാ, ഒരു മിസ്റെപ്രസെൻറ്റേഷൻ ആളുകളുടെ മുമ്പിൽ കൊടുക്കുന്നത് കുറ്റകൃത്യമല്ലേ? അങ്ങനെ മിസ്റെപ്രസെൻറ്റേഷൻ നടത്തുന്നത് ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുന്ന രീതിയിൽ ഒരു പുതിയ തരം സ്കാം ഇവിടെ നടത്തുമ്പോൾ, അതായത് ഓരോ വില്ലേജുകളിലും ഓരോ പഞ്ചായത്തിലും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എല്ലാ സ്ഥലങ്ങളിലും ആക്റ്റീവായിട്ട് നിൽക്കുന്ന സാധാരണക്കാരായ ആളുകളെ ഇതിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ഒരു പ്രത്യേകതരം സ്കാം എല്ലാവരിൽ നിന്നും കാശ് കളക്ട് ചെയ്യുന്നു. ഇത് എത്ര കോടി രൂപയാണ് പോയെന്ന് പോലീസിന് കണ്ടെത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കണ്ടെത്തട്ടെ നമുക്ക് ആശിക്കാം. ഈ പണമെല്ലാം മടക്കി കിട്ടുമൊന്നും അറിയില്ല. ഇവിടെ വളരെ രസകരമായി ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, ശ്രീമതി ലാലി വിൽസൺ രാവിലെ പറഞ്ഞ ഒരു വിഷ്വൽസ്, ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. അപ്പോൾ അതിൽ മാം പറയുകയാണ് 17,000-ഓളം ആളുകൾ ഇന്ന് കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത് ഈ അനന്തു കൃഷ്ണൻ്റെ സൽപ്രവർത്തിയുടെ ഭാഗമായിട്ടാണ്. അവരതിനു മുമ്പ് ഈ ഇദ്ദേഹത്തെ കാണുന്നതിന് മുമ്പ് അവർ കഞ്ഞിക്ക് വരാൻ കഷയമാണോ കുടിച്ചിരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്തിരിക്കുന്ന മിസ്റ്റർ സുരേഷ് ബാബു അദ്ദേഹം പറയുന്നത് കേട്ടു 1,00,000-ഓളം ആളുകൾ ഇതിൻ്റെ ബെനിഫിഷ്യറിയാണ്. സോ വേർ ഡു യു സ്റ്റാൻഡ് 17,000 and 1 lakh? അപ്പോൾ 17,000 പേർക്ക് കഞ്ഞി കിട്ടി. ഈ 1,00,000-ൽ 17,000 കഴിച്ചിട്ടുള്ള ബാക്കിയുള്ള ആളുകൾക്ക് 83,000 ആളുകൾക്ക് അപ്പോൾ എന്ത് കിട്ടിയ സാധനത്തിന് ഒരു പേരില്ലേ? ചുമ്മാ ഒരു നമ്പർ പറയുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ലേ? ഇതൊരു വലിയ തട്ടിപ്പല്ലേ? ഇത്രയും ആളുകളിൽ നിന്ന് കാശ് കിട്ടുന്നു, ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല. പിന്നെ ഇതൊരു മഹത്തായ ഒരു പ്രവർത്തനമായിട്ട് അതിനെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുക. ഒരു അഭിഭാഷകരുടെ ഒരു ലൈസൻസ് ആണിതെന്ന് പറയുമ്പോൾ ഐ ആം ഓൾസോ ബിലോങ്ങിങ് ടു ദാറ്റ് ഫ്രട്ടേണിറ്റി. ഇറ്റ് ഹേർട്സ് മീ. ഇറ്റ് ഹേർട്സ് എവരി പീപ്പിൾ ഹു ആർ ലിവിങ് വിത്ത് ഡീസൻസി ആൻഡ് കീപ്പിംഗ് ദ പ്രൊഫഷണൽ എത്തിക്സ്. അങ്ങനെ ഒരു ലൈസൻസ് ഒന്നും ഒരു അഭിഭാഷകനും കൊടുത്തിട്ടില്ല. മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പോയിട്ട് ഞാൻ വക്കീലാണ്ട് എന്നെ ജയിലിൽ വിടണമെന്നല്ല പറഞ്ഞത്. അദ്ദേഹം ചെയ്ത മഹത്തായ പ്രവൃത്തിയായിരുന്നു. എന്നിട്ട് പോലും അതുപോലെയല്ല, ഇത് കുറ്റകൃത്യത്തിൻ്റെ ഭാഗമാണ്. ഇപ്രകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയില്ലോ എന്നുള്ളതല്ല കാര്യം. വേറൊരു കാര്യം കൂടെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താം. എന്നെ കൺസൾട്ട് ചെയ്ത ഒരാളിൽ നിന്നും എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ, മേ ബി അടുത്ത് വരാൻ പോകുന്നു. ഈ പലർക്കും ലാപ്ടോപ്പുകൾ കൊടുത്തിരുന്നു. HP കമ്പനിയിൽ നിന്ന് ലാപ്ടോപ്പ് കൊടുത്തിരുന്നു. HP കമ്പനിയോടൊന്ന് വിളിച്ചു ചോദിക്കൂ, HP കമ്പനി എന്ത് പറഞ്ഞിട്ടാണ് ഈ ലാപ്ടോപ്പിൽ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയതെന്ന്. HP കമ്പനിക്ക് കാശ് കൊടുത്തിട്ടുണ്ടോ? വരും ദിവസങ്ങളിൽ അത് അറിയാൻ പറ്റും. വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് വക്കീലുമായി നടത്തുന്നത് എന്നതിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയുന്നില്ല. അത് തന്നെ വലിയൊരു തട്ടിപ്പായിരുന്നു. അത് മറ്റൊരു തട്ടിപ്പാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ കഞ്ഞി കുടിച്ചു വന്നു, ഈ കഞ്ഞി തട്ടിച്ച് വേറെ സ്ഥലത്ത് വേറെ തട്ടിപ്പാണ്. സുരേഷ് ബാബു നോക്കൂ, ഇങ്ങനെ കമ്പനികളുടെ ഒക്കെ പേര് താങ്കൾ ആദ്യഘട്ടത്തിൽ സംസാരിച്ചപ്പോൾ അത് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ബൾക്കായി വാങ്ങുമ്പോൾ വില കുറച്ച് കിട്ടുമെന്ന് നിങ്ങളെ വിശ്വസിപ്പിച്ചിരുന്നുവെന്ന്. അപ്പോൾ ഈ കമ്പനിയുമായുള്ള ഡീലിംഗ്സിൽ അതൊക്കെ കൃത്യമായിരുന്നു, പ്രോപ്പർ ആയിരുന്നു എന്ന് ഇപ്പോൾ കരുതുന്നുണ്ടോ? ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്താണ് ഞങ്ങളത് നാഷണൽ NGO കോൺഫെഡറേഷൻ എന്നുള്ള നിലയ്ക്ക്, കാരണം സന്നദ്ധ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. കാരണം ഇതിലെന്താണ് നടന്നത്, യാഥാർത്ഥ്യം എന്തെന്ന് നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമുണ്ട്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആളുകളിൽ നിന്ന് പണം പിരിച്ച് നാഷണൽ NGO കോൺഫെഡറേഷന് വേണ്ടി കമ്പനികൾക്ക് അയച്ചു കൊടുത്ത പണം അത് സെക്യൂർ ചെയ്യുക എന്നുള്ളത് ഓരോ സംഘടനകളുടെയും ഉത്തരവാദിത്തമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ, അതിന് നിയമവശമാണെങ്കിൽ നിയമവശം, അത് ഒരു കോർഡിനേഷൻ കമ്മിറ്റി. പണം നിങ്ങൾ തന്നെയാണോ കമ്പനികൾക്ക് ഡയറക്റ്റ്ലി അയച്ചു കൊടുക്കുകയായിരുന്നോ? വേറെ ഇടനിലക്കാർ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അതെ, ഇടനിലക്കാരില്ല. നമ്മൾ നേരിട്ട് അവർക്ക് കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇടനിലക്കാരില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു കോർഡിനേഷൻ കമ്മിറ്റി NGOs ലെവലിൽ, അതായത് സന്നദ്ധ സംഘടനകളുടെ 140 സംഘടനകളും ചേർന്നുകൊണ്ടുള്ള ഒരു ആക്ഷൻ കൗൺസിൽ പോലെ രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ ക്ലയൻറ്റിനെ, കാരണം നമ്മളിൽ നിന്ന് വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ പേരിലാണ് ആളുകൾ പണം അടച്ചിട്ടുള്ളത്, ആ ഒരു വിശ്വാസം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. കാരണം അതിനുള്ള പ്രവർത്തനങ്ങൾ, അത് നിയമപരമായിട്ടാണെങ്കിലും അല്ലാത്ത രീതിയിലും ഇവരെ എങ്ങനെയൊക്കെ സഹായിക്കാൻ കഴിയുമോ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം ഞങ്ങളുടെ സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും അവരെ നേരിട്ട് പണം പിരിച്ചു കൊടുത്ത്, നിങ്ങൾ പിരിച്ച പണമൊക്കെ കമ്പനിക്ക് നേരിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് താങ്കൾ പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ പിരിച്ച പണത്തിൽ ആരെങ്കിലും പരാതി, അവർക്ക് ഇത് ലഭിച്ചിട്ടില്ല എന്നുള്ള പരാതി ഇപ്പോൾ ഇതൊക്കെ വലിയ വാർത്തയാകുന്നതിന് മുൻപ് നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നോ? ഇല്ല, വന്നിട്ടില്ല. അപ്പോൾ ആ ഇടപാടുകൾ ഏറെക്കുറെ പ്രോപ്പറായി നടന്നിട്ടുണ്ടെന്ന് കരുതുന്നുണ്ടല്ലേ നിങ്ങൾ വഴി നടന്നത്? അതെ, ഞങ്ങൾ വഴി നടന്നതൊക്കെ പ്രോപ്പറായി, നാഷണൽ NGO കോൺഫറൻഷൻ വഴി നടന്നത് കുറേ പ്രോപ്പറായി നടന്നിട്ടുണ്ട് നേരത്തെ. കാരണം സീഡ് സൊസൈറ്റി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം സൊസൈറ്റി നടത്തിയ പ്രോഗ്രാംസ് ആണ് വലിയ പ്രയാസം സൃഷ്ടിച്ചിരിക്കുന്നത്. സീഡ് സൊസൈറ്റി എന്ന് പറയുന്ന സംഘടനയ്ക്ക് നാഷണൽ NGO കോൺഫറൻഷനായിട്ട് ഒരു ബന്ധവുമില്ല. ശരി. അങ്ങനെ കൃത്യമായി വസീഫ് ആ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ആ ചോദ്യം വസീഫിലേക്ക് ഞാൻ അടുത്ത ഘട്ടത്തിൽ വരുന്നുണ്ട്, പക്ഷെ അത് ഞാൻ ഓർമ്മിപ്പിച്ചു പോവുകയാണ്. നോക്കൂ, അങ്ങനെ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ചില സംഘടനകളെ ഈ നിലയിൽ അവർ കൂട്ടുപിടിക്കുകയാണ്, അവരുടെ വിശ്വാസ്യത നേടിയെടുക്കുകയാണ്. എന്നിട്ട് സമാന്തരമായി മറ്റ് ചില തട്ടിപ്പ് സംഘടനകൾ, അവിടെയാണ് ശ്രീ രാധാകൃഷ്ണന്റെ ഉൾപ്പെടെയുള്ള സൊസൈറ്റികളൊക്കെ ആ പിക്ചറിലേക്ക് വരുന്നത്. വസീഫ്, ഞാൻ അതൊന്ന് പറഞ്ഞു നിർത്തി ഞാൻ അനന്തകുമാരി ഒരുപാട് നേരമായി ചർച്ചയുടെ ഇടയിലേക്ക് വന്നിട്ടില്ല. അനന്തകുമാരി, അങ്ങനെ നിങ്ങളുടെ ചുറ്റുമുള്ള ചില ആളുകൾക്കൊക്കെ ഈ സ്കൂട്ടറോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളോ ഒക്കെ കിട്ടിയിട്ടുണ്ടോ? കുറച്ചു പേർക്കെങ്കിലും. ബാക്കിയുള്ള നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇത് കിട്ടുമെന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നല്ലോ. പിന്നീട് എപ്പോഴാണ് ഇത് കിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും പരാതി കൊടുക്കണമെന്ന് തോന്നുകയും ചെയ്യുന്നത്? ഞങ്ങൾ ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഓരോ അവധി പറഞ്ഞ് നമ്മളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ ശനിയാഴ്ച മൂവാറ്റുപുഴയിൽ അനന്തകൃഷ്ണൻ അറസ്റ്റിലായതിന് പിന്നിലാണ് നമ്മളും തട്ടിപ്പിന് ഇരയായെന്ന് ബോധ്യമായതോടു കൂടിയാണ് ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്ന് നമ്മൾ പരാതി കൊടുക്കാൻ തീരുമാനിച്ചത്. ഈ CSR ഫണ്ട് വഴിയാണ് ഇത് ബാക്കി തുക കിട്ടുക ആദ്യം പറഞ്ഞപ്പോൾ ഏതെങ്കിലും സംശയം തോന്നുകയോ അത് ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു? ഇതെങ്ങനെ കിട്ടും CSR ഫണ്ടിൽ നിന്നും ബാക്കി തുകയൊക്കെ എന്ന് ചോദിച്ചിരുന്നോ? അത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് CSR ഫണ്ട് കിട്ടുന്നത്. നമുക്ക് ഇങ്ങനെയുള്ള ഈ ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ കൂടെ നടത്തിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സാധനങ്ങളെല്ലാം പകുതി വിലയ്ക്ക് കൊടുക്കുന്നത് എന്നാണ് അവർ നമ്മളെ പറഞ്ഞ് ബോധിപ്പിച്ചത്. അത് കേട്ടാണ് നമ്മൾ അതിന് ഇരയായത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന അറസ്റ്റിന്റെ പിന്നിലാണ് നമ്മളും തട്ടിപ്പിന് ഇരയായെന്ന് മനസ്സിലായി. പക്ഷേ ശ്രീ അനന്തകുമാരി, ഇപ്പോൾ താങ്കളും ഈ പ്രാദേശികമായൊക്കെ പ്രവർത്തിക്കുന്ന ആളാണല്ലോ പൊതുപ്രവർത്തന രംഗത്ത്. ഇവർ ഇടപെടുന്നത് പലയിടങ്ങളിലും പഞ്ചായത്തുകളിലാണ്, തദ്ദേശ സ്ഥാപനങ്ങളിലാണ്. അപ്പോൾ അങ്ങനെയൊരു ഇങ്ങനെയൊക്കെ ചില ആളുകൾ വരുന്നു, ഈ നിലയിൽ ചില പ്രവർത്തനങ്ങൾ ഉണ്ട്, പണം കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ അതിൽ ഒരു തരത്തിലും കൂടെ ഒരു വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ടാകണ്ടേ? അത് ഉണ്ടാകാതിരുന്നത് ഒരു ജാഗ്രത കുറവല്ലേ? അത് അങ്ങനെ ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ ഈ രജിസ്റ്റർ ചെയ്തു ബുക്ക് ചെയ്തു 2 ആഴ്ച കഴിഞ്ഞ ഉടനെ തന്നെ ഇവർ ഈ ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ എല്ലാം വിതരണം നടത്തി. അപ്പോൾ ആ ഒരു വിശ്വാസം അവർ നമ്മളെ നിന്ന് നേടിയെടുത്തു. അതാണ് അവിടെ സംഭവിച്ചത്. അത് ഇത്രയും സാധനങ്ങൾ പെട്ടെന്ന് ഒരു 2-3 ആഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ അവർ കൊടുത്തു കഴിഞ്ഞു. ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ ഇതെല്ലാം കൊടുത്തപ്പോൾ നമുക്കും ആ ഒരു വിശ്വാസം വന്ന് ആ സാധനം കൊടുക്കുകയാണ് എന്നുള്ളത്. ഞാൻ അതിൽ നിങ്ങളെ അങ്ങനെ കുറ്റപ്പെടുത്തി ചോദിച്ചതല്ല, വ്യക്തി എന്ന നിലയിലും അല്ല ആ ചോദ്യം. അതൊരു ഈ രാഷ്ട്രീയ രംഗത്ത് കൂടി പ്രവർത്തിക്കുന്ന അങ്ങനെ ചോദിച്ചു എന്ന് മാത്രം. ശരിയാ, മനസ്സിലായി നിങ്ങൾ എങ്ങനെയാണ് തട്ടിപ്പിനിരയായിരുന്നു. എന്തായാലും ഞാൻ മടങ്ങിയെത്തുമ്പോൾ വസീഫ്, നോക്കൂ, സ്വന്തം പേരിൽ വിവിധ കൺസൾട്ടൻസികൾ ഉണ്ടാക്കി അതിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നു. ലാലി വിൻസെന്റിന്റെ ക്ലൈന്റ് ആണ്, പക്ഷെ ലാലി വിൻസെന്റിന് സംശയം തോന്നുന്നില്ല. ഒപ്പം തന്നെ നേരത്തെ ഇവിടെ സുരേഷ് ബാബു പറഞ്ഞതുപോലെ സീഡ് പോലുള്ള സംഘടനകളുടെ മറവിൽ തട്ടിപ്പ് നടത്തുന്നു. അതൊക്കെ പരാതികൾ വരുന്നു. ലാലി വിൻസെന്റിന് ആ ഘട്ടത്തിലും ഇപ്പോഴും സംശയം തോന്നുന്നില്ല. മറ്റൊരു പരാതി BJP സംസ്ഥാന സമിതി അംഗം KN ഗീതാകുമാരി പോലീസിന് നൽകിയതാണ്. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ടും ഇതുപോലെ അവർ പരാതിയുമായി പോകുന്നു, അവസാനം അത് കേസാകുന്നു. അങ്ങനെ അനന്തു നൽകിയ ഒരു ചെക്ക് മടങ്ങിയതോടുകൂടി ഇവർ കോടതിയെ സമീപിക്കുകയാണ്. ആ കേസിലും ഹാജരാകുന്നത് ലാലി വിൻസെന്റ് ആണ്. അപ്പോൾ ഇത് വലിയ വാർത്തയാകുന്നത് ഇപ്പോഴാണെങ്കിലും അത് മുൻപേ തുടങ്ങിയതാണെന്നും സ്വാഭാവികമായും അഭിഭാഷകൻ എന്ന നിലയിൽ ലാലി വിൻസെന്റ് അത് അറിഞ്ഞിട്ടുണ്ട് എന്ന് വേണ്ടേ കരുതാൻ? അല്ല, അത് ഇവിടെ നേരത്തെ സംസാരിച്ച ഈ ഫ്ലാറ്റിൻ്റെ സെക്രട്ടറി ഈ രാജസിംഹം വളരെ കൃത്യമായി പറഞ്ഞു. ഞാനത് വളരെ സസൂക്ഷ്മം ശ്രദ്ധിക്കായിരുന്നു നമ്മളത്. അത് സത്യത്തിൽ ഈ അന്വേഷണത്തിൽ വലിയ ഗുണം ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. അതോടൊപ്പം
ഒരു അഭിഭാഷക എന്നുള്ള നിലക്ക്, ഒരു വക്കീൽ പ്രൊഫഷൻ എടുത്ത് ഇടപെടുന്ന ഒരാൾ എന്നുള്ള നിലക്ക് കാണിക്കേണ്ട മര്യാദയെക്കുറിച്ചും അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു. കാരണം അദ്ദേഹം ഒരു വക്കീലാണ്. ഇപ്പോൾ വസന്ത് വക്കീലാണ് എന്ന് പറയുന്നത് പോലെ അഡ്വക്കേറ്റ് രാജ്യസിംഹനാണ് ഇവിടെ ഇരുന്ന് വളരെ കൃത്യമായി പറയുന്നത്. അതിൽ അവിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല. വളരെ കൃത്യമായി പറയുകയാണ്. ഈ പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തകരായിട്ടുള്ള ഈ അഭിഭാഷകർ കാണിക്കേണ്ട സൂക്ഷ്മതയുണ്ട്. മറ്റ് ലീഗൽ എത്തിക്സും അവരുടെ പിന്നെ പ്രൊഫഷണൽ എത്തിക്സൊക്കെ മറുഭാഗത്ത് നിൽക്കട്ടെ. ഒരു പൊതുപ്രവർത്തക എന്ന് കാണിക്കേണ്ട മര്യാദ അവർ കാണിച്ചിട്ടുണ്ടോ? പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ഈ ചർച്ച കേൾക്കുന്ന ആർക്കും എന്താണ് മനസ്സിലാവുക? ഈ കോൺഗ്രസിൻ്റെ നേതാവ് ഇതിനകത്ത് വളരെ കൃത്യമായ പങ്ക് വഹിച്ച ആളാണ് എന്ന് ബോധ്യപ്പെടുകയല്ലേ? ഞാൻ തുടക്കത്തിൽ ഈ ചർച്ചയിൽ സംസാരിക്കുമ്പോൾ ഞാൻ ആ രീതിയിലേക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ അതിന് ഉപോത്പലകമായ അതിനോട് ചേർന്ന് നിൽക്കുന്ന വാദഗതികൾ വളരെ കൃത്യമായി ഇവിടെ സൂചിപ്പിക്കുകയാണ്. നേരത്തെ അസിതയും പറയുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് കോൺഗ്രസ് അവർക്ക് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ, അവർക്ക് ഇങ്ങനെ ഒരു പൊതുസമൂഹത്തോട് ബാധ്യതയുണ്ടെങ്കിൽ ഇത് ഈ പറയുന്ന കോൺഗ്രസ് നേതാവിനെ തള്ളിപ്പറയണം. അത് തള്ളിപ്പറയുന്നുള്ള പ്രതീക്ഷയൊന്നും നമുക്കില്ല. കാരണം കോൺഗ്രസ് ആണല്ലോ. കോൺഗ്രസ് IC ബാലകൃഷ്ണൻ്റെ കേസും മറ്റുമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇങ്ങനെ ഇതിൽ പിടിച്ച് അങ്ങ് ന്യായീകരിക്കരുത്. അതിൽ പ്രധാനമന്ത്രിയുടെ പടമുണ്ട്, മുഖ്യമന്ത്രിയുടെ പടമുണ്ട് എന്നൊന്നും പറയരുത്. ജനങ്ങൾ വലിയ രീതിയിൽ പാനിക്കായി നിൽക്കുന്ന ഒരു സമയത്ത് അങ്ങനെ പച്ചക്ക് ഇതിനെ ന്യായീകരിക്കരുത്. അവരെ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരെ ഈ സംഘടനാ ഉത്തരവാദിത്തത്തിൽ നിന്നൊക്കെ മാറ്റി നിർത്തി അതൊരു മാതൃകാപരമായ നടപടിയിലേക്ക് കോൺഗ്രസ് പോകണം. ശരി വസന്ത്, സമയപരിമിതി ഉണ്ട്, ഞാൻ ഇടപെടുന്നു. വസന്ത്, ചുരുങ്ങിയ വാക്കുകളിൽ അവസാനിപ്പിക്കണം. നോക്കൂ, ക്ലയന്റിന്റെ ഫ്ളാറ്റിലെ താക്കോൽ വരെ കൈകാര്യം ചെയ്യുന്ന ലീഗൽ അഡ്വൈസർ എന്ന ലാലി വിൻസെന്റ് സ്വാഭാവികമായും ക്ലയന്റിനെ ന്യായീകരിക്കുന്നത് ഈ ഘട്ടത്തിൽ അവരുടെ ഉത്തരവാദിത്തമാകണം. പക്ഷേ ആ ഉത്തരവാദിത്തം കോൺഗ്രസ് ഏറ്റെടുക്കുന്നത് എന്തിനാണ്? കോൺഗ്രസ് ഏറ്റെടുക്കുന്നില്ല അസിത. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരാതിക്കാരുടെ അഭിഭാഷകനാണ് ഞാൻ. മനസ്സിലായില്ലേ? ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ആരും പറയാത്ത എമൗണ്ടാണ് ഞാൻ പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പുറകെ അന്വേഷിച്ചിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ മിനിമം 5000 കോടി രൂപയുടെ തട്ടിപ്പ് ഇയാൾ നടത്തിയിട്ടുണ്ട്. അത്രയും വലിയ ഡെപ്ത് ഇതിലുണ്ട്. ഇനി വളരെ ക്ലിയർ ആയി കോൺഗ്രസിന്റെ സ്റ്റാൻഡ് പറയാം. ശ്രീമതി ലാലി വിൻസെന്റ് നിലവിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ മുമ്പിലുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവരവരുടെ അഭിഭാഷക എന്നുള്ള നിലയിൽ ലീഗലായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഇനി എന്തെങ്കിലും ഇല്ലീഗൽ പ്രവർത്തനങ്ങൾ, അതിരുവിട്ട പരിധി വിട്ട കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരണം, അവരും ശിക്ഷിക്കപ്പെടണം. വരും ദിവസങ്ങളിൽ പാർട്ടി ആവശ്യമായ പഠനം നടത്തി അവർക്കെതിരെ ആക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അതും സ്വീകരിക്കും, സംശയമൊന്നും വേണ്ട. ഇനി മുഖ്യമന്ത്രിക്ക് ഉണ്ടാവേണ്ടിയിരുന്ന ജാഗ്രത, ഈ കേസ് ആദ്യം ഉണ്ടായതിനു ശേഷം വിവിധ സ്ഥലങ്ങളിൽ LDF MLA മാർക്ക് ഉണ്ടാവേണ്ടിയിരുന്ന ജാഗ്രത ആർക്കുണ്ടാവണമായിരുന്നു? ലാലി വിൻസെന്റിനും ഉണ്ടാകണമായിരുന്നു. ഐബിയുടെനും നജീബ് കാന്തപുരത്തിനും അങ്ങനെയൊക്കെ ഉണ്ട് വസന്ത്. അങ്ങനെ ഒരു ചർച്ചയെ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വലിയ തട്ടിപ്പിനെ നമ്മൾ അങ്ങനെ കാണരുത് വസന്തേ. നമ്മളൊരു ഇതിനെ ഒരു പൊതുവായി ഈ വിഷയത്തെ നമ്മൾ ഒരു ജനങ്ങളെ ബാധിച്ചൊരു വിഷയം എന്നുള്ള ഇടപെടണം. അത് ശ്രദ്ധിക്കേണ്ടത് കൂടിയാണ് വസന്ത്. കാരണം വസന്ത് വരുന്നതിന് മുൻപേ വസീഫ് ചർച്ചയിൽ വന്നിരുന്നു. വസന്ത് രണ്ടാമത്തെ ഘട്ടത്തിലാണല്ലോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ വസന്ത് അല്പം താമസിച്ചു. പക്ഷേ ആദ്യത്തെ ചോദ്യത്തിന് തന്നെ വസീഫ് പറഞ്ഞത് ഞാൻ ഇതിൽ ഒരു പൊളിറ്റിക്കൽ കളറും ഞാൻ ഇതിന് കാണാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ ഒരു പ്രതികരണത്തിന് തയ്യാറല്ല എന്നുള്ളതാണ് വസീഫ് പറഞ്ഞത്. ചർച്ചയിലേക്ക് ക്ഷണിക്കുമ്പോഴും വസീഫ് എന്നോട് വ്യക്തിപരമായി അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ ശ്രീ രാജസിംഹൻ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് രണ്ടാം ഘട്ടത്തിൽ വസീഫ് അങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത്. കാരണം അദ്ദേഹം അടിയുറച്ച് പറയുകയാണല്ലോ ആ കാര്യങ്ങൾ, അദ്ദേഹം കണ്ട കാര്യങ്ങളാണല്ലോ വസന്ത് പറയുന്നത്. അപ്പോൾ ആ ജാഗ്രത എന്തുകൊണ്ട് ഇവിടെ ആരോപണ വിധേയ ലാലി വിൻസെന്റ് ആണ്? മറ്റുള്ളവർ ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ വസീഫിന്റെ പാർട്ടിക്കാർ വരുമ്പോൾ ആ ചോദ്യം നമ്മൾ ചോദിക്കാം. ഇവിടെ ഇപ്പോൾ കേസ് ലാലി വിൻസെന്റിനെതിരെയാണ്, അതുകൊണ്ടാണ്. തീർച്ചയായും അസിത, ഇത് ലാലി വിൻസെന്റിന് മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, വസീഫിന് മാത്രമല്ല, വസന്തിന് മാത്രമല്ല, നമ്മളെ എല്ലാവരെയും, പൊതുരംഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും വലിയൊരു ജാഗ്രത ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ലയന്റുകളുടെ കേസുകൾ എടുക്കുമ്പോൾ ഉണ്ടാവണം എന്നുള്ള ഒരു വാണിംഗ് ഈ കേസ് നൽകുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പങ്കുണ്ടെങ്കിൽ അവരും അന്വേഷണ പരിധിയിൽ വരണം, അവരും ശിക്ഷിക്കപ്പെടണം, അവരും തെറ്റ് ചെയ്തിട്ടുള്ളവരെല്ലാം വെള്ളം കുടിക്കണം. ശരി, എനിക്ക് സമയമില്ല ശ്രീ രാജസിംഹൻ, അതുകൊണ്ട് ചോദ്യമില്ല. എന്തെങ്കിലും പറയാനുണ്ടോ അവസാനമായി ശ്രീ രാജസിംഹൻ? ഈ കേസിൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു കാര്യം കൂടെ ഞാനൊന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും ആളുകൾ ഇതിൽ, ഞാൻ പറഞ്ഞല്ലോ, ഗ്രാമപ്രദേശങ്ങളിലും പഞ്ചായത്തിലുമുള്ള സാധാരണക്കാരെയാണ് ഇതിലേക്ക് ഉൾപ്പെടുത്തിയത്. അവരെ ഈ പോലീസ് സാക്ഷികളാക്കണം. മാത്രമല്ല, പ്രതികളാക്കേണ്ടത് ഈ പറയുന്ന അനന്തകൃഷ്ണൻ, ഈ മറ്റു വീട്ടിലെന്ന പേരുകൾ, പ്രധാനമായിട്ട് ഇതിൽ ഈ ഗൂഢാലോചന നടത്തി ഇപ്രകാരം ചെയ്ത ഈ ടോപ്പ് ലെവലിലെ ആളുകളെ പ്രതിയാക്കുകയും മറ്റുള്ള ആളുകളെ മുഴുവൻ സാക്ഷികളാക്കുകയാണ് ചെയ്യേണ്ടത്.
പലപ്പോഴും അങ്ങനെ വരുമ്പോൾ കൂടുതൽ പരാതികൾ പുറത്തേക്ക് വരും. ഇതിൽ പെട്ടുപോയ ഇവരുടെ ഇടനിലക്കാരായി പ്രവർത്തിച്ച ആളുകൾ യഥാർത്ഥത്തിൽ ഇതിലെ ഇരകളാണ്. അവരെ സാക്ഷികളാക്കിയാണ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് അവസാനമായി പറയാനുള്ളത്. ശരി. എന്തായാലും ആ നിലയിലുള്ള അന്വേഷണം നടക്കട്ടെ. വസീഫ് ഇവിടെ പറഞ്ഞ പി സരിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് സരിനെ ശ്രമിച്ചിരുന്നു, അതിലൊരു ക്ലാരിറ്റി തേടി, പക്ഷേ സരിൻ ചർച്ചയുടെ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിലും ആ വിഷയം സജീവമായി തന്നെ ചർച്ച ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. വളരെ നന്ദി. ചർച്ചയിൽ ചേർന്ന എല്ലാ അതിഥികൾക്കും ന്യൂസ് ഓൺ വ്യൂസ് പൂർണ്ണമാകുകയാണ്.